Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാണ്ടാവിഷൻ സീരീസിന്റെ ഫിനാലെയാണ്, അതായത് വാണ്ടാവിഷൻ എപ്പിസോഡ് 9. ഇന്നത്തെ എപ്പിസോഡ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ്. സത്യം പറഞ്ഞ മാർവലിനെ ഇഷ്ടപ്പെടുന്നവരെ വളരെയധികം ഇമോഷണലാക്കി മാറ്റുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. MCU ചവർ പോലെ കുറെ TV ഷോ ഇറക്കാറുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് TV ഷോസേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു ജെമ്മാണ് വാണ്ടാവിഷൻ. ബാക്കി കാര്യങ്ങൾ എൻഡിങ് പറയാം. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കണ്ടതെന്ന് നോക്കാം. 1693 സെയിലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഡാർക്ക് മാജിക് ഉപയോഗിച്ചതിന്റെ പേരിൽ അഗതയെ അവളുടെ കൂടെയുള്ള മന്ത്രവാദിനികൾ പിടിച്ചുകെട്ടി കൊല്ലാൻ തീരുമാനിക്കുന്നു. കൂട്ടത്തിൽ അവളുടെ അമ്മയുണ്ടായിരുന്നു. താൻ ഡാർക്ക് മാജിക് ഉപയോഗിച്ചതിൽ അഗതയ്ക്ക് യാതൊരു കുറ്റബോധവുമില്ല. പക്ഷേ അത് വിച്ചസിന്റെ നിയമങ്ങൾക്കെതിരായിരുന്നു. എല്ലാവരും കൂടി അഗതയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അഗത അവരുടെ പവർക്ക് വലിച്ചെടുത്ത് അവരെല്ലാവരെയും കൊന്നുകളയുവാണ്. പിന്നീട് കുറെ കാലം അഗത ഇതുപോലെ മറ്റു വിച്ചുകളെ കണ്ടെത്തി അവരുടെ മാജിക് ഒക്കെ വലിച്ചെടുത്ത് പവർഫുൾ ആവുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാണ്ട ഇത്രയും വലിയൊരു മാജിക് യൂസ് ചെയ്തതായിട്ട് അഗത സെൻസ് ചെയ്യുന്നതും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും വാണ്ടയുടെ മാജിക് വലിച്ചെടുക്കാനും വേണ്ടി വെസ്റ്റ്യൂനുള്ളിലേക്ക് വരുന്നത്. കുറെ കാലം അയൽക്കാരിയായിട്ട് അഭിനയിച്ച് ജീവിച്ചിട്ട് അവസാനം അവള് ഒരു പെർഫെക്റ്റ് സമയം വന്നപ്പോൾ വാണ്ടയുടെ മക്കളായിട്ടുള്ള ബില്ലിയും ടോമിയെ കിഡ്നാപ്പ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് വാണ്ടയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവളുടെ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. റൂൺസ് മാജിക് ഉപയോഗിച്ചതുകൊണ്ട് വാണ്ടയ്ക്ക് അഗതയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാണ്ടയ്ക്ക് എങ്ങനെ ഇത്രയും മാജിക് പവർ കിട്ടിയെന്നും അവൾ എങ്ങനെയാണ് വെസ്റ്റ്യൂർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അറിയാൻ വേണ്ടി അഗതയും വാണ്ടയും കൂടി വാണ്ടയുടെ പഴയ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നു. കുട്ടിക്കാലത്ത് ഒരു ടെററിസ്റ്റ് ആക്രമണത്തിൽ വാണ്ടയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. പിയട്രോയും വാണ്ടയും മാത്രം ബാക്കിയായി. അവരുടെ മുന്നിൽ വന്നു വീണ സ്റ്റാർക്ക് മിസൈലിനെ വാണ്ടയ്ക്ക് ജന്മനാ കിട്ടിയ അവളുടെ മാജിക് പവർ ഉപയോഗിച്ചാണ് അവൾ പൊട്ടാതെയാക്കി രക്ഷപ്പെടുന്നത്. വാണ്ടയുടെ ഓരോ കാലഘട്ടത്തിലെ ഓർമ്മകളിലേക്ക് പോകുമ്പോഴും ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വാണ്ട TV ഷോകളോട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരുന്നു. അവളുടെ എല്ലാ വിഷമങ്ങളും മറക്കാൻ വേണ്ടി അവൾ എപ്പോഴും തെരഞ്ഞെടുത്തിരുന്നത് TV ഷോ കാണുന്നതായിരുന്നു. അത് കഴിഞ്ഞവർ വാണ്ടയുടെ മേൽ മൈൻഡ് സ്റ്റോൺ വെച്ച് പരീക്ഷണം ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്, അതായത് ഹൈഡ്ര ബേസിലേക്ക്. അവിടെ വെച്ചാണ് മനസ്സിലാവുന്നത് മൈൻഡ് സ്റ്റോൺ അല്ല വാണ്ടയ്ക്ക് പവർ കൊടുത്തത്, മറിച്ച് മൈൻഡ് സ്റ്റോൺ വാണ്ടയുടെ ഉള്ളിൽ ജന്മനാ ഉറങ്ങിക്കിടക്കുന്ന ഈ മാജിക്കൽ പവറുകളെ ഉണർത്തുകയാണ് ചെയ്തത്. അതിന്റെ കൂടെ മൈൻഡ് സ്റ്റോണിന്റെ ഒരു പവറും വാണ്ടയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വാണ്ടയും വിഷൻ തമ്മിൽ കൂടുതൽ അടുക്കുന്ന രംഗങ്ങളാണ്. ഇവിടുന്നാണ് വാണ്ടയുടെയും വിഷന്റെയും പ്രണയത്തിന്റെ തുടക്കം. വാട്ട് ഈസ് ഗ്രീഫ് ഇഫ് നോട്ട് ലവ് പെർസീവിയറിംഗ് എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗും വിഷൻ വാണ്ടയോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞവർ പോകുന്നത് മറ്റൊരു ഓർമ്മയിലേക്കാണ്. ഇൻഫിനിറ്റി വാറിന് ശേഷം വിഷൻ മരിക്കുകയും വാണ്ട മാഞ്ഞു പോവുകയും ചെയ്തു. 5 വർഷം കഴിഞ്ഞ എൻഡ് ഗെയിമിന്റെ ടൈമിൽ വാണ്ട തിരിച്ചു വരുമ്പോഴേക്കും വിഷന്റെ ബോഡി സ്വോർഡിന്റെ ടീം ഒന്ന് കൊണ്ടുപോയി. ആ ബോഡി തിരിച്ചു കിട്ടാനും വിഷന് നല്ലൊരു ഫ്യൂണറൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് വാണ്ട സ്വോർഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന രഹസ്യം വാണ്ടയ്ക്ക് മനസ്സിലായത്. സ്വോർഡിന്റെ ടീം ഓൾറെഡി വിഷന്റെ ബോഡി പല ഭാഗങ്ങളായി മുറിച്ചു കഴിഞ്ഞു. ആ ബോഡിയുടെ അവകാശം അവർക്കാണെന്നാണ് ടൈലർ ഹേവാർഡ് പറയുന്നത്. ആ കാഴ്ച കണ്ട് വാണ്ട വളരെയധികം തകർന്നുപോയി. അവൾ ഭയങ്കര ഇമോഷണലായി വിഷനോട് അവസാനമായിട്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. വെസ്റ്റ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി വിഷൻ കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. അവരുടെ വീട് പണിയാനും ആരംഭിച്ചിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കി അവരുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിന് മുന്നേ തന്നെ വിഷൻ മരിച്ചു പോവാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ വാണ്ട ഭയങ്കര ഇമോഷണലായി തകർന്നടിഞ്ഞ് അവിടെ ഇരിക്കുവാണ്. പക്ഷെ അവളുടെ കരച്ചിലോടെയാണ് ഇതിന്റെ എല്ലാം ആരംഭം ഉണ്ടാവുന്നത്. വാണ്ടയ്ക്ക് തന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതെയാവുന്ന സമയത്ത് അവളുടെ ഉള്ളിലെ കായോസ് മാജിക് പുറത്തേക്ക് വരികയും ഓട്ടോമാറ്റിക് ആയിട്ട് വെസ്റ്റ്യൂവിലെ സ്ഥലങ്ങളും അവിടുത്തെ ആളുകളും ഒക്കെ വാണ്ടയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള ഒരു റിയാലിറ്റിയിലേക്ക് ചേഞ്ച് ആവുകയും ചെയ്യുവാണ്. അവൾ കണ്ടു വളർന്ന TV ഷോകളുടെ മോഡലിലേക്കാണ് വെസ്റ്റ്യൂ മൊത്തമായിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു 100,000 ഡൗട്ടുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് മാർവലിനെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അത് നിങ്ങളുടെ കമന്റ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അത് ഫുൾ ഇരുന്ന് കണ്ടതിന് ഒരു വലിയ താങ്ക്സ് പറയാണ്. അല്ലെങ്കിൽ കഷ്ടപ്പെട്ടത് വെറുതെ ആയാണ്. എന്തായാലും അഗതയ്ക്ക് വാണ്ടയ്ക്ക് എങ്ങനെയാണ് പവർ കിട്ടിയത്, വാണ്ട എങ്ങനെയാണ് പവർ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നടന്നത്, ഈ കാര്യങ്ങളൊക്കെ വാണ്ടയുടെ ഓർമ്മകളിൽ നിന്ന് മനസ്സിലായി. ഇപ്പോൾ അഗത അവളുടെ ശരിക്കുള്ള ദുർമന്ത്രവാദിന്റെ രൂപമെടുത്ത് ബില്ലിയെയും ടോമിയെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അഗത വാണ്ടയോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കായോസ് മാജിക് കൈവശമുള്ള എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ജന്മമെടുക്കുന്ന ഒരു സ്ത്രീ ഭൂമിയിൽ ജനിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അളക്കാനാവാത്ത കഴിവുകളുള്ള സ്ത്രീയുടെ പേരാണ് സ്കാർലറ്റ് വിച്ച്. നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന വാണ്ട മാക്സിമോഫ് തന്നെയാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ സ്കാർലറ്റ് വിച്ച്. നമ്മളുടെ വാണ്ട തന്നെയാണ് ഹെക്സിന്റെ ഉള്ള വിഷനെ ക്രിയേറ്റ് ചെയ്തത്, അതായത് ഹെക്സ് വിഷനെ ക്രിയേറ്റ് ചെയ്തത്. അതേസമയം ടൈലർ ഹേവാർഡ് അയാളുടെ കൈവശമുള്ള വിഷന്റെ ശരിക്കുള്ള ബോഡി വെച്ച് പുതിയൊരു വിഷനെ നിർമ്മിക്കുവാണ്. അതിനുവേണ്ടി അയാൾ വാണ്ടയുടെ കായോസ് മാജിക്കിന്റെ ഒരു അംശവും ഉപയോഗിക്കുന്നുണ്ട്. ഈ പുതിയ വിഷനെ വൈറ്റ് വിഷൻ എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ.
ബില്ലിയെയും ടോമിയെയും പിടിച്ചു വെച്ച് ഇത്രയും കാര്യങ്ങൾ പറയുന്ന അഗത എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ് വാണ്ട. കാരണം വാണ്ട എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അഗത ചിലപ്പോൾ മക്കളെ എന്തെങ്കിലും ചെയ്യും. അതാണ് വാണ്ടയുടെ പേടി. അഗത, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്. എന്റെ മക്കളെ വെറുതെ വിട്ടേക്ക്. ഇപ്പൊ നിന്റെ റൂൺസ് മാജിക്കിന്റെ പുറത്താണ് ഞാൻ. എനിക്ക് പവേഴ്സ് ഉണ്ടെന്ന കാര്യം മറക്കണ്ട. ഇല്ല മോളെ, നിനക്ക് പവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. നിന്റെ ശരിക്കുള്ള പവർ പുറത്തെടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ ഇത്രയും നാൾ ഈ കളി കളിച്ചത്. അങ്ങനെ പറഞ്ഞ അഗത രണ്ട് പിള്ളേരെയും പിന്നിലേക്ക് വലിച്ചിടുവാണ്. ഇതുകൊണ്ട് വാണ്ടയ്ക്ക് ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് എനർജി ബ്ലാസ്റ്റ് ചെയ്ത് അഗതയെ പിന്നിലേക്ക് തെറിപ്പിക്കുവാണ്. എന്നിട്ട് പിള്ളേരോട് വീടിന്റെ ഉള്ളിൽ പോയിരിക്കാൻ പറയുന്നു. പക്ഷെ പിള്ളേർക്ക് വാണ്ടയുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് അവർ പറയുന്നു. പിന്നിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അഗതയും പിള്ളേരോട് ഇവിടെ നിൽക്കേണ്ടെന്നാണ് പറയുന്നത്. കാരണം അഗതയ്ക്ക് അറിയാം ഇനി നടക്കാൻ പോകുന്നത് വാണ്ടയും അഗതയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണെന്ന്. എന്നാലും പിള്ളേര് പോയി. ഈ സമയത്ത് വാണ്ട പിന്നെയും അഗതയെ അറ്റാക്ക് ചെയ്യുവാണ്. അപ്പോഴാണ് നമ്മൾക്ക് അഗതയുടെ ശരിക്കുള്ള കളി മനസ്സിലാവുന്നത്. ഇത്രയും നാൾ ഇവിടെ അഭിനയിച്ചു നിന്നതും വാണ്ടയുടെ പവർ പുറത്തെടുക്കാനായിട്ട് അവളെ ടെൻഷൻ അടിപ്പിച്ചതും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. എന്താന്ന് വെച്ചാൽ വാണ്ട ഓരോ വട്ടം അവളുടെ പവർ ഉപയോഗിച്ച് അവൾ അറ്റാക്ക് ചെയ്യുമ്പോഴും വാണ്ടയുടെ ആ മാജിക്കിന് അഗത തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാണ്. ഇത് അഗതയ്ക്കുള്ള ഒരു കഴിവാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ വാണ്ടയുടെ കുറച്ച് പവർ ആയിട്ട് അഗത തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. ഓരോ വട്ടം വാണ്ട ആക്രമിക്കുമ്പോഴും അഗതയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ വാണ്ട, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റൊന്നും അല്ല. ഈ പവർ നിനക്ക് ഉണ്ടായിട്ടും കാര്യമൊന്നും ഇല്ല വാണ്ട. നീ ഇത് അർഹിക്കുന്നില്ല. പവർ അർഹിക്കാത്തവരുടെ കയ്യിൽ നിന്ന് അത് ഞാൻ ഇങ്ങോട്ട് എടുക്കും. അതത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ. ഇനിയും എന്നെ ആക്രമിക്കു വാണ്ട, പെട്ടെന്നാവട്ടെ. അപ്പോഴാണ് വാണ്ട തന്റെ കയ്യിലേക്ക് നോക്കുന്നത്. ഇപ്പൊ അവളുടെ കൈയുടെ നിറമൊക്കെ മാറി കുറച്ച് കറുത്ത് ശോഷിച്ചുണങ്ങിയ പോലെ. എന്താണ് കാര്യമൊന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴേക്കും അഗത അവളുടെ പവർ ഉപയോഗിച്ച് വാണ്ടയെ അറ്റാക്ക് ചെയ്ത് തെറിപ്പിക്കുവാണ്. വാണ്ട, ഞാൻ നിനക്കൊരു ഓഫർ തരാം. നിനക്കൊരു ആവശ്യമില്ലാത്ത ഈ മാജിക് അതെന്തിനാണ് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റിന്റെ ആവശ്യം പോലും ഇല്ല. നീ എനിക്ക് മുന്നിൽ കീഴടങ്ങി നിനക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത നിന്റെ ആ പവർ ഉണ്ടല്ലോ, അതെനിക്ക് ഇങ്ങോട്ട് തന്നാൽ മാത്രം മതി. ഞാൻ അതുകൊണ്ട് സ്ഥലം വിട്ടോളാം. മാത്രമല്ല നീ ഇത്രയും കാലം ആഗ്രഹിച്ച നിന്റെ ഈ ലൈഫ്, ഈ വിഷൻ, കുട്ടികൾ, വെസ്റ്റുവിൽ നീ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ, ഈ സ്ഥലങ്ങൾ, ഇതൊക്കെ അങ്ങനെ തന്നെ ഞാൻ ആക്കാം. നിനക്ക് ഇനിയുള്ള കാലം സുഖമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാൻ വേണ്ട. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ അതിനു മുന്നേ നീ നിന്റെ പവർ എനിക്ക് തരണം. എന്ത് പറയുന്നു വാണ്ട? ഇത്രയും നല്ലൊരു ഓഫർ നിനക്ക് വേറെ ആരും തന്നിട്ടുണ്ടാവില്ല. ഈ സമയത്ത് വാണ്ട അവളുടെ പവർ ഉപയോഗിച്ച് പെട്ടെന്ന് അടുത്തുള്ള ഒരു കാർ പറപ്പിച്ച് കൊണ്ടുവന്ന് അഗതയെ ഇടിച്ചു തെറിപ്പിക്കുവാണ്. വാണ്ട അങ്ങോട്ട് നടന്നു ചെല്ലുന്നു. അവിടെ കാറിന്റെ അടിയിൽ അഗതയുടെ കാലുകൾ കാണാൻ പറ്റുന്നുണ്ട്. അഗത കാറിന്റെ അടിയിൽ പെട്ടുകിടക്കുമായിരിക്കുന്ന വെച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ അഗതയുടെ കാലിൽ 2 ചെരുപ്പുകൾ മാത്രമാണ് ഉള്ളത്. അഗത ഈ അറ്റാക്കിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു. അവൾ വാണ്ടയെ പെറ്റിയാൻ വേണ്ടിയിട്ടാണ് ആ ചെരുപ്പ് അവിടെ ഊരി വെച്ചത്. ഈ സമയത്താണ് വാണ്ട കാണുന്നത് തന്റെ പിന്നിലായിട്ട് വിഷൻ വന്ന് ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ അവൾ സാധാരണ കണ്ടിട്ടുള്ള വിഷനല്ല, ഒരു വെള്ള നിറത്തിലുള്ള പുതിയ വിഷൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ടെയ്ലർ ഹേവാർഡ് നിർമ്മിച്ചു വിട്ട വൈറ്റ് വിഷനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും തോന്നും എങ്ങനെയാണ് ഈ വിഷൻ ഹെക്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്? ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ വിഷന്റെ ശരീരം ശരിക്കുള്ള വിഷന്റെയാണ്. വൈബ്രേനിയം കൊണ്ടുള്ള ബോഡി. നമ്മൾക്കറിയുന്ന പോലെ വിഷന് സാധനങ്ങളുടെ ഉള്ളിൽ കൂടെ ഫേസ് ചെയ്ത് കടക്കാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ഇവൻ ഹെക്സിന്റെ ബോർഡർ കടന്നിങ്ങോട്ട് വന്നത്. അപ്പൊ എന്തുകൊണ്ട് വൈറ്റ് വിഷൻ ചേഞ്ച് ആയില്ല എന്ന് ചോദിച്ചാൽ ഈ വിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വാണ്ടയുടെ കാവസ് മാജിക്കും കൂടി ഉൾപ്പെടുത്തിയാണ്. അത് വെച്ചാണ് ഈ വിഷനെ പവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വൈറ്റ് വിഷന് ഈസി ആയിട്ട് ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയത്. എന്തായാലും വൈറ്റ് വിഷനെ കണ്ട വാണ്ട അത് തന്റെ ശരിക്കുള്ള വിഷനാണെന്ന് വിചാരിക്കുവാണ്. ഇതിന്റെ കാരണം ഓവറായിട്ട് മാജിക് യൂസ് ചെയ്ത് റിയാലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് റിയാലിറ്റി, എന്താണ് ഫേക്ക് എന്ന് വാണ്ടയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണോ പിയട്രോയെ വാണ്ട പുതിയ മുഖമായിട്ട് വന്നപ്പോഴും തന്റെ അനിയനായിട്ട് ആക്സെപ്റ്റ് ചെയ്ത്, അതുപോലെ ഈ വിഷം വരുമ്പോഴും വാണ്ട പെട്ടെന്ന് സംശയിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ വാണ്ടയുടെ മാനസിക നില അങ്ങനെയാണ്. അവൾ വിഷന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. വിഷൻ, ഇത് ശരിക്കും നീയാണോ? എന്റെ വിഷനാണോ ഇത്? അതെ വാണ്ട, ഞാൻ നിന്റെ വിഷനാണ്. പെട്ടെന്ന് പഴയ വിഷനെ കണ്ടതുപോലെ തോന്നിയ വാണ്ട ഈ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. വൈറ്റ് വിഷൻ അവന്റെ 2 കൈകൾ കൊണ്ട് തന്റെ വാണ്ടയുടെ മുഖത്ത് പിടിക്കുവാണ്. പക്ഷെ അത് താലോലിക്കാനായിരുന്നില്ല, അവളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. അവന്റെ ബലമുള്ള 2 കൈകൾ കൊണ്ട് വാണ്ടയുടെ തല പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവളെ നേരെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. ഇത് വാണ്ട ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വാണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി. മുന്നിൽ നിൽക്കുന്നത് വിഷൻ ആയതുകൊണ്ട് തന്നെ വാണ്ടയ്ക്ക് ഒരിക്കലും അവനെ ആക്രമിക്കാൻ മനസ്സ് വരുന്നില്ല. അല്ലെങ്കിൽ വാണ്ട പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേനെ. വാണ്ട വേദന കൊണ്ട് അലറാൻ തുടങ്ങി. വാണ്ട മാക്സിമോഫ്, എന്നോട് അവർ പറഞ്ഞിരുന്നത് നീ ഒരുപാട് പവർഫുൾ ആണെന്നാണ്. പക്ഷേ ആ പവർ ഒന്നും നിനക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് വൈറ്റ് വിഷൻ വീണ്ടും വാണ്ടയുടെ തല പിടിച്ച് ഞെരിക്കുവാണ്. ആ സമയത്താണ് നമ്മളുടെ ഹീറോ അങ്ങോട്ട് വരുന്നത്. വാണ്ട തന്നെ ക്രിയേറ്റ് ചെയ്ത ഹെക്സ് വിഷൻ. അവൻ ഫേക്ക് ആയിരിക്കാം, പക്ഷെ അവന്റെ സ്നേഹം സത്യമാണ്. തന്റെ വാണ്ടയെ കൊല്ലാൻ ശ്രമിക്കുന്ന വൈറ്റ് വിഷന് അവൻ വന്ന് ഇടിച്ച് തെറിപ്പിക്കുവാണ്. വൈറ്റ് വിഷൻ നേരെ പോയി ഒരു വണ്ടിയിലിടിക്കുന്നു. വണ്ടി പൊട്ടിത്തെറിക്കുന്നു. വാണ്ട, നമ്മളുടെ മക്കളെവിടെ? വിഷൻ, അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ സേഫാ. വിഷൻ, ഐ എം റിയലി സോറി. ഞാനിതൊക്കെ നിന്നോട് പറയേണ്ടതായിരുന്നു. ഒരുപാട് വൈകിപ്പോയെന്ന് അറിയാം, പക്ഷെ ശരിക്കും എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് സത്യത്തിൽ ഓർമ്മയുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല വാണ്ട, നീ ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഇനിയും ഇത് തുടരുന്നത് ശരിയല്ല. ശരിയാ വിഷൻ, എനിക്കിതൊക്കെ ശരിയാക്കാൻ പറ്റും. ഞാനത് ചെയ്യും. ആ സമയത്താണ് പിന്നിലെ തീയുടെ ഇടയിൽ നിന്ന് വൈറ്റ് വിഷൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ടെയ്ലർ ഹേവാർഡും സ്വോ ടീം
ടീമുമാണ് ഈ വൈറ്റ് വിഷനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങളാണ് ഈ വൈറ്റ് വിഷൻ ചെയ്യൂ. അത് തന്നെയായിരുന്നു അയാളുടെ പ്ലാൻ, വിഷനെ വീണ്ടും ഒരു ആയുധമാക്കി മാറ്റാൻ. ഇപ്പൊ അയാൾ വൈറ്റ് വിഷനോട് പറഞ്ഞിരിക്കുന്നത് ഹെക്സിന്റെ ഉള്ളിലേക്ക് പോയി അവിടെയുള്ള വാണ്ടയെയും വിഷനെയും കൊന്നു കളയാനാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വിഷൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി അത് പൂർത്തിയാക്കാതെ വൈറ്റ് വിഷനോടൊന്നും പോവില്ല. ഈ സമയത്ത് വീടിന്റെ മുകളിലായിട്ട് അഗതയും പ്രത്യക്ഷപ്പെടുന്നു. എന്റെ പൊന്നു വാണ്ട, നിനക്കിതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ നിന്റെ മുന്നിൽ 2 പേരുണ്ട്. ഒന്ന് നിന്റെ പഴയ കാമുകൻ, നിന്റെ എക്സ് ലവർ ആയിട്ടുള്ള ശരിക്കുള്ള വിഷൻ. രണ്ടാമത് നീ തന്നെ നിർമ്മിച്ച നിന്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട്, നിന്റെ ഹെക്സ് വിഷൻ. ഇനി നീ പറവാണ്ട, നീ ആരെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്? പഴയ ലവർ വേണോ അതോ പുതിയ ഹസ്ബൻഡ് വേണോ? ഈ സമയത്ത് വാണ്ടയ്ക്ക് മനസ്സിലായി അവരിപ്പോ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന്. ഇപ്പൊ അവർക്ക് 2 പേരോട് പോരാടണം. ഒരു ഭാഗത്ത് വൈറ്റ് വിഷൻ, ഒരു ഭാഗത്ത് അഗത ഹാർക്നെസ്. ഒരു ഭാഗത്ത് ടെക്നോളജി ആണെങ്കിൽ ഒരു ഭാഗത്ത് മാജിക് വിഷൻ. ഇതാണ് നമ്മളുടെ വീട്, നമ്മൾ ഇതിനു വേണ്ടി പോരാടിയേ പറ്റൂ. അതെ വാണ്ട, നമ്മൾക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ഹെക്സ് വിഷൻ വൈറ്റ് വിഷനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. വാണ്ട അഗതിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ കുറച്ച് സമയത്തേക്ക് സീൻ ചേഞ്ച് ആകുമ്പോഴാണ് നമ്മൾ മറന്നുപോയ 2 പേരെ നമ്മൾ വീണ്ടും കാണുന്നത്. നമ്മുടെ മോണിക്കയും ഫേക്ക് പീട്രോയും. നമ്മൾ എപ്പിസോഡ് 7ന്റെ എൻഡിങ്ങിൽ കണ്ട പോലെ മോണിക്ക അഗതയുടെ ബേസ്മെന്റിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ പിന്നിൽ ഫേക്ക് പീട്രോ എന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടില്ല. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അഗതയുടെ മൈൻഡ് കൺട്രോളിലുള്ള സൂപ്പർ സ്പീഡ് പവറുള്ള ഫേക്ക് പീട്രോ മോണിക്കയെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ വീടിന്റെ ഉള്ളിൽ അടച്ചു വെക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചതെന്ന് ചോദിച്ചാൽ സൂപ്പർ സ്പീഡ് കയ്യിലുള്ള ഫേക്ക് പീട്രോയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഈസി ആയിരുന്നു. മോണിക്കയ്ക്ക് സൂപ്പർ പവർ കിട്ടിയെങ്കിൽ പോലും അവൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. പുറത്ത് നടക്കുന്ന ഈ ഫൈറ്റ് ഒക്കെ മോണിക്ക അകത്തിരുന്ന് കാണുന്നുണ്ട്. അവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വെച്ച് നീ ഒച്ചയുണ്ടാക്കിയ പുറത്തുള്ള ഒരാൾക്കും കേൾക്കാൻ പറ്റില്ലെന്ന് പീട്രോ പറയുന്നു. മോണിക്ക പുറത്തേക്ക് ഓടാൻ നോക്കുന്നു. പക്ഷെ പീട്രോ സൂപ്പർ സ്പീഡിൽ വന്ന് അവൾ അവന്റെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുവാണ്. മോണിക്ക ദൂരേക്ക് തെറിച്ചു പോയി. സൂപ്പർ സ്പീഡുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പവറും ഉണ്ട്. അവർ ഓടുമ്പോഴുള്ള കൈനറ്റിക് എനർജി വേറെ ഒരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് അവരിങ്ങനെ തെറിച്ചു പോകുന്നത്. ഇപ്പൊ വൈറ്റ് വിഷനും ഹെക്സ് വിഷനും കൂടി ആകാശത്ത് വെച്ച് മുടിഞ്ഞ ഫൈറ്റാണ്. വാണ്ടയും നിന്നെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. അതെനിക്ക് ചെയ്തേ പറ്റൂന്നാണ് വൈറ്റ് വിഷൻ പറയുന്നത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഹെക്സ് വിഷനും പറയുന്നു. രണ്ടുപേരും കട്ടൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ശരിക്കുള്ള വിഷന്റെ ബോഡിയും ടെക്നോളജിയും ഒക്കെയാണ് ടൈലർ ഹേവാർഡ് വിട്ടിരിക്കുന്ന വൈറ്റ് വിഷൻ ഉള്ളത്. പക്ഷെ അതിന്റെ കൂടെ കട്ടക്കി നിൽക്കുന്നതാണെങ്കിൽ വാണ്ട അവളുടെ കാവോസ് മാജിക് വെച്ച് നിർമ്മിച്ച ഹെക്സ് വിഷനും. ഹെക്സ് വിഷന്റെ നെറ്റിയിലെ മൈൻഡ് സ്റ്റോൺ വൈറ്റ് വിഷൻ പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഹെക്സ് വിഷൻ വൈറ്റ് വിഷന്റെ ബോഡിയുടെ ഉള്ളിക്കൂടെ ഫേസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കുവാണ്. അതായത് ഉള്ളിക്കൂടെ കടന്നുപോയി. നമ്മളുടെ ശരിക്കുള്ള വിഷനും ഇങ്ങനത്തെ കഴിവുണ്ടായിരുന്നു. ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അവൻ ചുമന്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, വാണ്ട പുതിയതായിട്ട് നിർമ്മിച്ച വിഷനും അതായത് ഹെക്സ് വിഷനും പണ്ടത്തെ വിഷന്റേതുപോലെയുള്ള കഴിവുകളുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെയാണ് വാണ്ടയുടെ കാവോസ് മാജിക്കിനെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം വാണ്ട റിയാലിറ്റിയിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ, അതായത് അവളുടെ കാവോസ് മാജിക് അതിനുവേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ ശരിക്കുള്ള സാധനത്തിന്റെ അതേപോലെ തന്നെയുള്ള ഒരു കോപ്പി ആയിരിക്കും അവിടെ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെ വാണ്ടയുടെ മനസ്സിലുള്ള പണ്ടത്തെ വിഷന്റെ ഓർമ്മകളിൽ നിന്നാണ് ഈ പുതിയ വിഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ വാണ്ടയ്ക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും പണ്ടത്തെ വിഷൻ എന്തൊക്കെ കഴിവുകളുണ്ട്, അവന്റെ ശരീരം എങ്ങനെയായിരുന്നു, അവന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടാവും ഈ പുതിയ വിഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹെക്സ് വിഷന് പഴയ വിഷന്റെ എല്ലാ കഴിവുകളും ഉള്ളത്. ഇതിപ്പോ വിഷൻ 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 എന്ന് പറഞ്ഞ് എനിക്ക് വട്ടുപിടിക്കാറായി. ഇതേ ഫേസിംഗ് പവർ ഉപയോഗിച്ച് 2 വിഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നു. അവർ നേരെ പോയി റോഡിലേക്ക് ഇടിക്കുവാണ്. അവിടെ വലിയൊരു കുഴി തന്നെ ഉണ്ടായി. കാരണം രണ്ടുപേരും വൈബ്രേനിയം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവരാണ്. ഈ സമയത്ത് ടൈലർ ഹേവാർഡ് പുറത്തു വെച്ച് 2 വിഷന്മാരെയും ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്നു വൈബ്രേനിയം ഡിക്കേ സിഗ്നേച്ചർ വെച്ചിട്ടാണ് ടൈലർ ഹേവാർഡ് ഹെക്സ് വിഷനെ മുൻപ് ട്രാക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അയാൾ ഹെക്സ് വിഷനെയും വൈറ്റ് വിഷനെയും ഒരുമിച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ട്. കാരണം രണ്ടുപേരുടെയും ബോഡിയിൽ വൈബ്രേനിയം ഉണ്ട്. അപ്പോഴാണ് സ്ഫോർഡിന്റെ ആളുകൾ ഏജന്റ് വൂവിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്. നമ്മൾ അവസാനമായിട്ട് മിസ്റ്റർ വൂവിനെ കണ്ടത് മോണിക്കയെ ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് എങ്ങനെയോ അവൻ സ്ഫോർഡിന്റെ ആളുകളുടെ കൈ പെട്ടു. പാവത്തിന് വിലങ്ങ് വെച്ച് ടൈലർ ഹേവാർഡിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ മിസ്റ്റർ ടൈലർ ഹേവാർഡ് കുറച്ച് ഭയത്തിലാണ്. കാരണം ഉള്ളിലേക്ക് പോയിരിക്കുന്ന വൈറ്റ് വിഷൻ തൽക്കാലം ടൈലർ ഹേവാർഡ് പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഹെക്സിന്റെ പവർ കാരണം ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അയാൾക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ ഏത് നിമിഷം വേണമെങ്കിലും വൈറ്റ് വിഷന്റെ മേലുള്ള തന്റെ കൺട്രോൾ പോകുമെന്നാണ് അയാൾക്ക് പേടി. മിസ്റ്റർ ടൈലർ ഹേവാർഡ്, താൻ ചെയ്യുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ തന്നെ കൊണ്ട് എല്ലാ കാലത്തേക്കും മറച്ചു വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും സത്യം പുറത്തു വരും. അങ്ങനെ പറഞ്ഞ് ടൈലർ ഹേവാർഡിനോട് സംസാരിക്കാനാണെന്നുള്ള രീതിയിൽ മിസ്റ്റർ വു മുന്നിലേക്ക് നടക്കുവാണ്. അവന്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ ടേബിളിലായിട്ട് വേറൊരു ഫോൺ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ വു ആരും കാണാതെ ആ ഫോൺ കൈക്കലാക്കുവാണ്. അവന്റെ കയ്യിൽ വിലങ്ങുണ്ട്. എന്നാലും മിസ്റ്റർ വുവിനെ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു. ഹായ് മിസ്റ്റർ വു, സാധാരണ നിങ്ങളല്ലേ ആളുകൾ കയ്യിൽ വിലങ്ങ് വയ്ക്കാറ്. ഇപ്പൊ സ്വന്തം കൈ വിലങ്ങ് വീണപ്പോ എങ്ങനെയുണ്ട്? പിന്നെ എനിക്ക് ഈ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. തൽക്കാലം തെറ്റുകാരി വാണ്ട തന്നെയാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. വാണ്ട വിഷൻ ഷോയുടെ റെക്കോർഡഡ് ഫൂട്ടേജ് എന്റെ കയ്യിലുണ്ട്. അവിടെ വിഷൻ വാണ്ടയുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റും. കൂടാതെ വാണ്ട വന്ന ബോഡി എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഒരു വിഷ്വലും എന്റെ കയ്യിലുണ്ട്. വാണ്ടയെ പൂട്ടാൻ ഇതൊക്കെ മതി. പക്ഷെ അതിന്റെ ആവശ്യം വരില്ല. കാരണം അതിനു മുന്നേ വാണ്ടയെ ഞാൻ കൊല്ലും. പിന്നെ തെളിവുണ്ടാവില്ല, സാക്ഷി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആളുകൾ വിചാരിക്കും വെസ്റ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷനെ വാണ്ടയാണ് ഉണ്ടാക്കിയതെന്നും അത് മോഷ്ടിച്ചുകൊണ്ടുപോയത് വാണ്ടയാണെന്നും. ഞാൻ ഉണ്ടാക്കിയ CCTV വിഷ്വൽസ് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. അങ്ങനെ വൈറ്റ് വിഷനെ എനിക്ക് സ്വന്തമായി കിട്ടും. SWAT ടീമിന് സ്വന്തമായിട്ട് കിട്ടും. വാണ്ടയുടെ കയ്യിൽ നിന്ന് ഞാനാണ് വൈറ്റ് വിഷനെ തിരിച്ചു കൊണ്ടുവന്നെന്ന് വിചാരിച്ച് എന്നെ എല്ലാവരും അഭിനന്ദിക്കും. മിസ്റ്റർ വു, നിങ്ങൾ എന്തിനാ വാണ്ടയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്?
വരുന്നതെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇപ്പോൾ താൻ എന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചാൽ തനിക്കും ഇതിന്റെ ഒരു പാർട്ടാവും. ഇഷ്ടംപോലെ പ്രൊമോഷൻസും പൈസയും ഒക്കെ വെയിറ്റിംഗ് എന്ത് പറയുന്നു? ഓ, ഞാൻ ഭയങ്കര ഇംപ്രസ് ആയി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാറേ, ഞാൻ ഓൾറെഡി FBI വിളിച്ച് കാര്യം പറഞ്ഞു. എന്റെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് കേട്ട് ടൈലർ ഹേവാർഡിന് ദേഷ്യം വന്നു. അയാൾ മിസ്റ്റർ വുവിനെ വേറെ സ്ഥലത്ത് കൊണ്ട് പൂട്ടി വയ്ക്കാൻ പറയുവാണ്. സോണിന്റെ ആളുകൾ മിസ്റ്റർ വുവിനെ ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നു. പക്ഷെ മിസ്റ്റർ വു ഒരു അന്യായ പ്ലാൻ പുറത്തെടുക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ സിനിമയിൽ കണ്ടുവരുന്നത് പോലെ വെറും ഒരു സൂചി അവൻ പോക്കറ്റിൽ നിന്നെടുത്ത് അത് വെച്ച് സ്ഫോഡിന്റെ ലോക്ക് കഴിക്കുവാണ്. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഫോഡിന്റെ കയ്യിൽ ഒരു സൂചി വെച്ച് തുറക്കാൻ പറ്റിയ ലോക്കേ ഉള്ളൂ. സാധാരണ ഇന്ത്യൻ സിനിമയാണ് അങ്ങനെ കാണാറ്. ഇപ്പൊ ഹോളിവുഡ് വരെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആവാൻ തുടങ്ങി. വെരി ഗുഡ്. പറം ചാടി കടന്നവനാണ് KK ജോസ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ സ്കോട്ട്ലാൻഡിന്റെ പോലെ പല മാജിക് കാണിക്കാനും മിസ്റ്റർ വുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ പഠിച്ചെടുത്തൊരു വിദ്യയായിരിക്കാം ഇത്. ലോക്ക് തുറന്നു കഴിഞ്ഞ് അവൻ ടേബിളിൽ നിന്ന് മോഷ്ടിച്ച് ഫോൺ എടുത്ത് പെട്ടെന്ന് FBI ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയുവാണ്. എന്നിട്ട് അവരോട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാനും പറയുന്നു. അതായത് മിസ്റ്റർ വു ടൈലർ ഹേവാർഡിനോട് നേരത്തെ പറഞ്ഞ കാര്യം കള്ളമാണ്. അവൻ ഓൾറെഡി FBI ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവൻ ആദ്യമായിട്ട് അങ്ങോട്ട് വിളിച്ച് കാര്യം പറയുന്നത്. എന്നാലും മിസ്റ്റർ വു ബുദ്ധിയുള്ള ആളാണ്, അതിൽ സംശയമൊന്നുമില്ല. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ ഹെക്സിന്റെ ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. മാഞ്ഞു പോയ അകത്ത് എവിടേക്കാണ് പോയെന്ന് അറിയാൻ വാണ്ട ടൗണിന്റെ സെന്ററിലേക്ക് വരുവാണ്. അവിടെ ഇപ്പോഴും ആളുകളും സ്ഥലങ്ങളും ഒക്കെ വാണ്ട ക്രിയേറ്റ് ചെയ്ത ഫേക്ക് റിയാലിറ്റി തന്നെയാണ്. നമ്മൾക്ക് അവിടെ ഹെർബിനെയും നോമിനെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് വാണ്ടയാകതെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുവാണ്. എന്റെ പൊന്നു വാണ്ട മോളെ, നിനക്ക് ഇതിനു മുന്നേ ഒരു മന്ത്രവാദിനിയെ നേരിട്ട് പരിചയമില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ എന്റെ കൂടെ മുട്ടി തോൽക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ ഓഫർ തിരഞ്ഞെടുക്കുന്നതല്ല നിനക്ക് നല്ലത്. ഇനിയും നിനക്ക് സമയമുണ്ട്. നീയായിട്ട് അറിഞ്ഞ് നിന്റെ പവർ തന്നാ എനിക്ക് നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട ആവശ്യം വരില്ല. അതല്ലേ മോളെ നല്ലത്. അത് കഴിഞ്ഞാകത കുറച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുവാണ്. വാണ്ട മാക്സിമോഫ് ഡാർക്ക് മാജിക് പഠിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ പുരാതനമായ ഒരു ശപിക്കപ്പെട്ട പുസ്തകം. അതിന്റെ പേരാണ് ഡാർക്ക് ഹോൾഡ്. ആ പുസ്തകം ഞാൻ ഒരുപാട് കാലം പഠിച്ചു. എന്നിട്ടും എനിക്ക് നിന്റെ അത്ര പവർ ഇല്ലല്ലോ വാണ്ട. അങ്ങനെ പറഞ്ഞ അഗത അവളുടെ കൈവശം ഉണ്ടായിരുന്ന ഡാർക്ക് ഹോൾഡ് എന്ന് പറയുന്ന പുസ്തകം അവിടേക്ക് വരുത്തുവാണ്. അത് അവൾ മാന്ത്രിക വിധി കൊണ്ട് മറച്ചു വെച്ചിരിക്കുവായിരുന്നു. ഈ പുസ്തകമാണ് നമ്മൾ എപ്പിസോഡ് 7 ലാസ്റ്റിലായിട്ട് ബേസ്മെന്റിൽ കണ്ടത്. ഡാർക്ക് ഹോൾഡ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലാണ് അതിനിഗൂഢമായിട്ടുള്ള മാന്ത്രിക വിദ്യകളുടെ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് പഠിക്കുന്ന ആൾക്ക് ഡാർക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മന്ത്രവാദിനികൾക്കിടയിൽ ഡാർക്ക് മാജിക് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. അതുകൊണ്ടാണ് അഗതയെ പണ്ട് മറ്റു മന്ത്രവാദിനികളൊക്കെ കൂടി കൊല്ലാൻ ശ്രമിച്ചത്. അഗത പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പുരാതനമായിട്ടുള്ള ഡാർക്ക് ഹോൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്കാർലറ്റ് വിച്ചിനെ പറ്റി ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഡാർക്ക് മാജിക്കിന്റെ ഉറവിടമായിട്ടുള്ള പുസ്തകമാണിത്. ആ ഡാർക്ക് മാജിക്കിന്റെ പുസ്തകമായിട്ടുള്ള ഡാർക്ക് ഹോൾഡിൽ ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെ സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഈ സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പവർ എന്ന്. ചിലർക്ക് കൺഫ്യൂഷൻ ആയി കാണും എന്താണ് ഈ പറയുന്നതെന്ന്. കാര്യം എന്താന്ന് വെച്ചാൽ, കാലങ്ങൾക്ക് മുന്നേ ചത്തോൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ചാത്തൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു വ്യക്തിയൊന്നുമല്ല, ഒരു മനുഷ്യനുമല്ല, ഒരു ഡെമൺ, ഒരു പിശാച് എന്നൊക്കെ വിളിക്കാം. കാലാകാലങ്ങൾക്ക് മുന്നേ നിലനിന്നിരുന്ന ഒരാളാണ് ചത്തോൻ. അയാളിൽ നിന്നാണ് ഈ ഡാർക്ക് മാജിക്കിന്റെ ശക്തി ഇങ്ങനെ ഒഴുകുന്നത്. ഡാർക്ക് മാജിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ അയാൾ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. അത് പല ഗുഹകളിലും മറ്റൊക്കെ ആയിട്ടാണ് ആൾ എഴുതി വെച്ചത്. പക്ഷെ പിന്നീട് അതൊരു പുസ്തകത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ഈ പുസ്തകം പഠിച്ചെടുക്കുന്ന ഒരാൾക്ക് ഡാർക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പുസ്തകത്തിൽ ചാത്തൻ പണ്ടേ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ചാപ്റ്റർ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഭാവിയിൽ സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന ഒരുത്തി ജനിക്കും. അവളുടെ കഴിവിനെ അളക്കാൻ സാധിക്കില്ല. അവൾ ഡാർക്ക് മാജിക്കിനെ കൈകൊണ്ട് അമ്മാനമാടുന്നവളായിരിക്കും. അവളുടെ കയ്യിൽ കാവസ് മാജിക് ഉണ്ടായിരിക്കും. എന്തിനേയും മാറ്റിമറിക്കാനുള്ള റിയാലിറ്റി വാർപ്പിംഗ് പവർ അവൾക്കുണ്ടായിരിക്കും. അവൾക്ക് നേരെ മുട്ടി നിൽക്കാൻ കഴിയുന്നവരുണ്ടാവില്ല. സോർസറർ സുപ്രീമിനേക്കാൾ പവർഫുൾ ആയിരിക്കും സ്കാർലറ്റ് വിച്ച്. സ്കാർലറ്റ് വിച്ച് ജനിക്കുകയല്ല ചെയ്യുന്നത്, വിധി അവളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സ്കാർലറ്റ് വിച്ചിന് ഒരു കൂട്ടത്തിന്റെ ആവശ്യമില്ല. അവൾക്ക് മന്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, മന്ത്രങ്ങൾ ചൊല്ലേണ്ട ആവശ്യവുമില്ല. അവൾ എന്ത് വിചാരിക്കുന്നു അതായി മാറും യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് ഡാർക്ക് ഹോൾഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന സ്കാർലറ്റ് വിച്ച് ആവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് വാണ്ടയാണെന്നാണ് അഗത പറയുന്നത്. കാരണം വാണ്ടയുടെ കയ്യിലാണ് തൽക്കാലം കാവസ് മാജിക് ഉള്ളത്. അഗത, നീ പറയുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് ഒരു അറിവുമില്ല. ഞാനൊരു മന്ത്രവാദിനിയല്ല. ഐ എം നോട്ട് എ വിച്ച്. എനിക്ക് മന്ത്രങ്ങൾ അറിയില്ല. എനിക്കൊരു കൂട്ടമില്ല. എന്നെ ആരും മന്ത്രവിദ്യകൾ പഠിപ്പിച്ചിട്ടുമില്ല. ഇത് തന്നെയല്ലേ വാണ്ട ഞാനും പറഞ്ഞത്. ഇപ്പൊ നീ തന്നെ അതിനെ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. സോഴ്സറർ സുപ്രീമിനേക്കാൾ പവർഫുൾ ആണ് വാണ്ട നീ. ഈ ലോകത്തെ നശിപ്പിക്കാനായി മാത്രം ജന്മമെടുത്തവളാണ് നീ. അത് പുരാണത്തിൽ പറയുന്നുമുണ്ട്. നിന്റെ വിധി അതാണ് വേണ്ട. നിന്റെ കഴിവിനെ നീ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ നിനക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല വേണ്ട. നിന്റെ കഴിവുകൾ എനിക്ക് തന്നേക്ക്. എന്നിട്ട് നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കേ. നിന്നെ ആരും ശല്യപ്പെടുത്തില്ല. അഗത പ്ലീസ്, നിനക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്. ഞാൻ നീ വിചാരിക്കുന്ന ആളല്ല. ശരിക്കും വേണ്ട. എന്നാൽ നീ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ അഗത അവിടെ വാണ്ടയുടെ മൈൻഡ് കൺട്രോളിൽ പെട്ട് നിൽക്കുന്ന ആളുകളുടെ ശരിക്കുള്ള ബോധം തിരിച്ചു വരുത്തുവാണ്. അതായത് അവരുടെ മേൽ വാണ്ടയ്ക്കുള്ള മൈൻഡ് കൺട്രോളിനെ അഗത തൽക്കാലത്തേക്ക് കളയുവാണ്. അവരോരോരുത്തരായിട്ട് വാണ്ടയുടെ നേരേക്ക് വരാൻ തുടങ്ങി. ആദ്യമായിട്ട് വരുന്ന
വരുന്നത് ഫില്ലിന്റെ ഭാര്യയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഡോട്ടിയാണ്. അവളുടെ ശരിക്കുള്ള പേര് ഡോട്ടി എന്നൊന്നുമല്ല, അവൾ വെസ്റ്റ് വ്യൂ ജീവിച്ചിരുന്ന സാറ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു. ഹായ്, എന്റെ പേര് സാറ എന്നാ. എനിക്ക് 8 വയസ്സുള്ള ഒരു മോളുണ്ട്. വേണ്ട, ചിലപ്പോ എന്റെ മോൾക്ക് നിന്റെ കുട്ടികളുമായിട്ട് നല്ല കൂട്ടാവാൻ പറ്റും. നീ വിചാരിച്ച നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? വേണ്ട, എന്റെ മോള് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് കാലമായി. നീ വിചാരിച്ചാൽ അവൾ പുറത്തിറക്കാൻ പറ്റൂ. നീ ഇങ്ങനെ ചെയ്യുന്നത് അവസാനിപ്പിക്കണം. വേണ്ട, അറ്റ്ലീസ്റ്റ് ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കാത്ത രീതിയിലെങ്കിലും നിനക്ക് കാര്യങ്ങൾ ചെയ്തൂടെ? എനിക്ക് എന്റെ മോളെ ഒന്ന് തൊടണം. അറ്റ്ലീസ്റ്റ് എനിക്ക് അവളൊന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. എന്താക്കത് അത്? നീയല്ലേ ഇവളെ കൊണ്ടതൊക്കെ പറയിപ്പിക്കുന്നത്? ഓ നോ, ഞാനൊന്നും പറയിപ്പിക്കുന്നില്ല. നീ ഇത്രയും നാൾ ഇവിടുത്തെ പാവങ്ങളോട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. വിഷൻ നിന്നോട് ചോദിച്ചില്ല വേണ്ട എന്താ ഇവിടെ വേറെ കുട്ടികളൊന്നും കാണാത്തെന്ന്? നീ മാജിക് ചെയ്തപ്പോ കുട്ടികൾ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വീടുകളിൽ അടയ്ക്കപ്പെട്ടു. ഇനിയും നീ പറയുവോ വേണ്ട നീ ഒരു നല്ല ആളാണെന്ന്? നീ നിന്റെ മാജിക് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഒരിക്കലും അല്ല. അങ്ങനെ കൂടുതൽ ആളുകൾ വാണ്ടയുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. ഇവരാരും വാണ്ടയെ ആക്രമിക്കുന്നില്ല, കാരണം അവർക്കൊക്കെ വാണ്ടയെ പേടിയാണ്. അവളുടെ പവർ എത്രത്തോളമാണെന്ന് എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഈ സമയത്ത് ഹെക്സ് വിഷനും വൈറ്റ് വിഷനും തമ്മിലുള്ള യുദ്ധം ആകാശത്ത് വെച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ആരെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈറ്റ് വിഷൻ അവന്റെ നെറ്റിയിൽ നിന്ന് എനർജി ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ നോർമൽ വിഷൻ മൈൻഡ് സ്റ്റോണിൽ നിന്നാണ് ഇങ്ങനെ എനർജി ബ്ലാസ്റ്റ് ചെയ്യാറ്. അത് മഞ്ഞ നിറത്തിലായിരുന്നു. പക്ഷെ വൈറ്റ് വിഷൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു തരം വൈറ്റ് കളറിലാണ്. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു കാര്യം, ഈ സ്വോർഡ് എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന ഏലിയൻസിനെ പോലും തടയാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കയ്യിലുണ്ടാവും. അങ്ങനെ ഒരു ടെക്നോളജി ആയിരിക്കും വൈറ്റ് വിഷന്റെ നെറ്റിയിൽ അവർ വീണ്ടും വെച്ചിരിക്കുന്നത്. അതിൽ നിന്നായിരിക്കും വൈറ്റ് വിഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ടോണി സ്റ്റാർക്കിന്റെ ആർക്ക് റിയാക്ടർ ഉണ്ടല്ലോ, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു എനർജി സോഴ്സ് എൻ ഗെയിമിന് ശേഷം സ്വോർഡ് ടീമിന്റെ കൈ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അവർക്ക് വൈറ്റ് വിഷൻ ഇങ്ങനെ ഒരുപാട് പവേഴ്സ് കൊടുക്കാൻ സാധിച്ചത്. മാത്രമല്ല വാണ്ടയുടെ കായോസ് മാജിക്കിന്റെ ഒരു അംശം കൂടി വലിച്ചെടുത്തിട്ടാണ് അവർ വൈറ്റ് വിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ബില്ലിയും ടോമിയും അവരുടെ റൂമിൽ ഇരുന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് ബില്ലിക്ക് മനസ്സിലേക്ക് കുറച്ച് വിഷ്വൽസ് വരുവാണ്. അവരുടെ അമ്മയായിട്ടുള്ള വാണ്ടയുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഓടിക്കൂടുന്നു. അഗത വാണ്ടയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. വാണ്ട കരഞ്ഞുകൊണ്ട് അലറി കരയുന്നു. ഈ കാഴ്ചകളാണ് ബില്ലിക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി അവരിങ്ങനെ ഒളിച്ചിരിക്കേണ്ടവരല്ല. അവരുടെ കയ്യിലുള്ള പവേഴ്സ് ഉപയോഗിച്ച് അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന അവരുടെ അച്ഛനെയും അമ്മയും അവർ സഹായിച്ചേ പറ്റൂ. അങ്ങനെ ബില്ലിയും ടോമിയും നേരെ അങ്ങോട്ട് ഓടുവാണ്. ഈ സമയത്ത് വാണ്ടാവിഷൻ TV ഷോയിൽ നമ്മൾ കണ്ടു മറന്ന ഓരോരുത്തരും വാണ്ടയുടെ മൈൻഡ് കൺട്രോളിൽ നിന്ന് പുറത്തു വന്ന് വാണ്ടയെ കുറ്റം പറയാൻ തുടങ്ങി. നീ എന്താ ഞങ്ങളെയൊക്കെ ചെയ്ത്? ഞാൻ സംസാരിക്കുന്ന രീതിയും എന്റെ മുഖവും എന്റെ വസ്ത്രവും എല്ലാം മാറിപ്പോയി. ഇതല്ല ഞാൻ. നീ എന്നെ മാറ്റിമറിച്ചു. നീ എന്റെ മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. എന്നെ നിന്റെ വെറും ഒരു കളിപ്പാവയാക്കി മാറ്റിയില്ലേ? എന്തിനായിരുന്നു ഇതൊക്കെ? വാണ്ട പ്ലീസ്, എന്റെ ഹസ്ബൻഡ് ഈ ടൗണിന്റെ വെളിയില. നീ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറെ നാളായി. ദയവ് ചെയ്ത് ഇതൊക്കെ നിർത്തണം വേണ്ട. ഞങ്ങളെ പഴയ പോലെ ജീവിക്കാൻ അനുവദിക്കും. ഇനി നിനക്കതൊന്നും നിർത്താൻ പ്ലാൻ ഇല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് പറയണം. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് മതിയായി പോണ്ട. ഒരേ കാര്യങ്ങൾ റിപ്പീറ്റായി ചെയ്ത് എനിക്ക് മതിയായി. ഇതിനേക്കാൾ ഭേദം നീ എന്നെ കൊന്നു കളയുന്നതാണ്. ഇല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല. ഞാനെല്ലാം ശരിയാക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട. നിനക്കറിയോ, ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഞങ്ങൾ പേടി സ്വപ്നം കാണുന്നത് നിന്നെ പറ്റിയായിരിക്കും. നോ, ഞാൻ നിങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്തില്ല. നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എന്ത് സേഫ് വേണ്ട? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് കാര്യം? നിന്റെ ഉള്ളിലുള്ള വേദന ഞങ്ങളുടെ തലയിലും ഓരോ സെക്കൻഡും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ സെക്കൻഡും വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, ഇതിനേക്കാളും ഭേദം ഞങ്ങളെ കൊന്നേക്ക്. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കണം. അതെ വേണ്ട പ്ലീസ്. ഞങ്ങൾ എത്ര മോശാവസ്ഥയിൽ ജീവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ വേറെ ആളുടെ മൈൻഡ് കൺട്രോളിൽ പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. ഒന്നുകിൽ ഞങ്ങൾ വെറുതെ വിട്, അല്ലെങ്കിൽ ഞങ്ങൾ കൊന്നു കളഞ്ഞേക്ക്. ഇങ്ങനെ ചുറ്റുമുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ വാണ്ടയെ കുറ്റപ്പെടുത്തി അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. വാണ്ടയ്ക്ക് അവൾ ചെയ്ത തെറ്റുകൾ സ്വയം ഇങ്ങനെ അംഗീകരിക്കേണ്ടി വരുവാണ്. എല്ലാം കൂടിയായപ്പോൾ അവൾക്ക് നിയന്ത്രണം പോയി. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അലറുന്നു. പെട്ടെന്ന് അവൾ ഇമോഷണലി ഇങ്ങനെ വീക്ക് ആയതുകൊണ്ട് അവളുടെ ഉള്ളിൽ നിന്ന് കായോസ് മാജിക് പുറത്തേക്ക് വരുവാണ്. ഈ കായോസ് മാജിക് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? വാണ്ടയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിന് അത് തടയാൻ ശ്രമിക്കും. ഇപ്പൊ വാണ്ട അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ കായോസ് മാജിക് ഉപയോഗിച്ച് എല്ലാവരുടെ കഴുത്തിലും പിടിമുറുക്കിയിരിക്കുവാണ്. കാരണം അവരൊക്കെ കൂടി ഇങ്ങനെ പറയുന്നതുകൊണ്ടാണല്ലോ വാണ്ട ഇപ്പോ ഇങ്ങനെ വിഷമിക്കുന്നത്. അത് നിർത്തുകയാണ് അവളുടെ ഉള്ള കായോസ് മാജിക് ചെയ്യുന്ന കാര്യം. നമ്മൾ എപ്പിസോഡ് 1 കണ്ടതുപോലെ അവിടെ മിസ്റ്റർ ഹാർട്ട് വാണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വാണ്ടയുടെ മാജിക് കാരണമാണ് അയാളുടെ തൊണ്ടയിൽ ഫുഡ് കൊടുക്കുന്നത്. അയാളെ പറയുന്നതൊക്കെ നിർത്തിക്കാൻ വേണ്ടി. അതും വാണ്ട അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരുന്നില്ല. ഇതും വാണ്ട അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാവരും ശ്വാസം കിട്ടാതെ നിലത്ത് വീണ് പിടയാൻ തുടങ്ങി. അപ്പോഴാണ് വാണ്ട പോലും ശ്രദ്ധിക്കുന്നത് തന്റെ പവർ കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന്. വാണ്ട ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യുവാണ്. എന്നിട്ട് എല്ലാവരോടും സോറി പറയുന്നു. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ നിങ്ങളോട് തെറ്റ് തന്നെ ചെയ്ത്. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ നിങ്ങൾ എല്ലാവരും വെറുതെ വിടാൻ പോവാ. യെസ് വാണ്ട. അങ്ങനെ അവസാനം നീ നിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. നീ ഒരു ഹീറോ അല്ലേ? ഹീറോകൾ ആൾക്കാരെ ഇങ്ങനെ വേദനിപ്പിക്കാറില്ലല്ലോ. അതുകൊണ്ട് നിന്റെ പവർ പുറത്തെടുത്ത് എല്ലാവരെയും സഹായിക്ക്. പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. അങ്ങനെ വാണ്ടയ്ക്ക് അത് മനസ്സിലായി. അവൾക്ക് ഇതെല്ലാം നിർത്താൻ സമയമായിരിക്കുന്നു. അവൾ പെട്ടെന്ന് വീണ്ടും അവളുടെ കായോസ് മാജിക് വലിയ രീതിയിൽ ഉപയോഗിക്കുവാണ്. അവൾ നിർമ്മിച്ച ഈ ഹെക്സ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വട്ടം വാണ്ട അവളുടെ മാജിക് ഉപയോഗിക്കുന്നത്. അങ്ങനെ പതുക്കെ ഹെക്സിന്റെ അറ്റങ്ങളിൽ വിടവുണ്ടാവാൻ തുടങ്ങി. അതായത് ഹെക്സ് പതുക്കെ മാഞ്ഞു പോകാൻ തുടങ്ങി. വാണ്ട പെട്ടെന്ന് എല്ലാവരോടും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടോളം പറയുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വാണ്ട പോലും അറിയാതെയാണ് ഈ ഹെക്സ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹെക്സ് നശിപ്പിക്കാൻ വേണ്ടി വാണ്ടയ്ക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. ഈ ഹെക്സ് തുറക്കുന്നത് പുറത്തിരുന്ന് സ്വോർഡ് ടീമും ടൈലർ തെണ്ടിയും കാണുവാണ്. അപ്പൊ തന്നെ അവൻ പറയുന്നു, നമ്മൾക്കുള്ളിലേക്ക് പോയി അവരെ
തോൽപ്പിക്കാൻ സമയമോ എന്ന്. അങ്ങനെ ഹെക്സ് തുറക്കാൻ തുടങ്ങിയതോടെ ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് വീണ്ടും മോണിക്കയെ കാണിക്കുന്നത്. നേരത്തെ ഫേക്ക് പിയട്രോ തട്ടിമറിച്ചിട്ടുകൊണ്ട് അവളോട് കൈയൊക്കെ വേദനിച്ചിരിക്കുകയാണ്. അവൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫേക്ക് പിയട്രോയോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. അപ്പോഴാണ് മോണിക്ക അവിടെ ഇരുന്നൊരു പേപ്പർ കാണുന്നത്. അതെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഫേക്ക് പിയട്രോയുടെ ശരിക്കുള്ള പേര് റാൽഫ് ബോണർ എന്നാണ്. ഇവൻ വെസ്റ്റ്യൂയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അഗത ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഭർത്താവായിട്ടുള്ള റാൽഫിനെ പറ്റി പറയാറുണ്ടല്ലോ, ആ റാൽഫാണ് ഈ റാൽഫ്. വെസ്റ്റ്യൂയിൽ ജീവിച്ചിരുന്ന ഈ റാൽഫിനെ അഗത മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടാണ് അവനെ ഫേക്ക് പിയട്രോ ആയിട്ട് അഭിനയിപ്പിച്ചത്. എന്നിട്ട് അഗത വെറുതെ ആളുകളോട് റാൽഫ് തന്റെ ഹസ്ബൻഡ് ആണെന്ന് വെറുതെ അങ്ങോട്ട് പറയുകയും ചെയ്തു. ഈ റാൽഫിന്റെ വീട്ടിലാണ് അഗത അവളുടെ വീടാണെന്ന് പറഞ്ഞ് താമസിച്ചിരുന്നത്. ഈ വീടിന്റെ ബേസ്മെന്റിലാണ് അഗത വാണ്ടയ്ക്ക് വേണ്ടി കെണിയൊരുക്കിയതും അവളുടെ പിള്ളേരെ ട്രാപ്പ് ചെയ്ത് വെച്ചതും. കാര്യങ്ങൾ മനസ്സിലായതോടെ മോണിക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേക്കുവാണ്. ഫേക്ക് പിയട്രോ ഭയങ്കര കോൺഫിഡൻസിൽ അവൾ ഇടിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അവൻ സൂപ്പർ സ്പീഡ് ഉപയോഗിച്ചില്ല. അതിന് മുന്നേ തന്നെ മോണിക്ക് സൂത്രത്തിൽ അവനെ പിടിച്ച് നിലത്തടിക്കുവാണ്. പെട്ടെന്ന് മോണിക്കയുടെ കണ്ണ് തിളങ്ങാൻ തുടങ്ങി. നമ്മൾക്കറിയുന്നത് പോലെ മോണിക്കയ്ക്ക് ഇപ്പൊ ഒരു കഴിവുണ്ട്. അവൾക്ക് എനർജിയുടെ ഫ്ലോ കാണാൻ പറ്റും. ചില ടൈപ്പ് എനർജികളെ അബ്സോർബ് ചെയ്യാനും പറ്റും. അവൾ ഫേക്ക് പിയട്രോയുടെ മേലേക്ക് നോക്കിയപ്പോൾ അവന്റെ മേല് കിടക്കുന്ന ആ മാലയുണ്ടല്ലോ അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. അതിന്റെ ചുറ്റും അഗതയുടെ മാജിക് എനർജി മോണിക്കയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മോണിക്കയ്ക്ക് മനസ്സിലായി ഈ മാല വെച്ചിട്ടാണ് അഗത പിയട്രോയെ ഇങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവന് പവറുകൾ കൊടുക്കുന്നതും ഈ മാലയായിരിക്കും. മോണിക്ക് ആ മാല പൊട്ടിച്ചെടുത്തു. അതോടെ പിയട്രോയുടെ മേലുള്ള അഗതയുടെ മൈൻഡ് കൺട്രോൾ വിട്ടുപോവുകയാണ്. അവൻ അഗത കൊടുത്ത പവേഴ്സ് ആ മാല കാരണമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. മാല പൊട്ടിച്ചതോടെ അവന്റെ സൂപ്പർ സ്പീഡും പോയി. പെട്ടെന്ന് ബോധം തിരിച്ചു വന്നതോടെ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഫേക്ക് പിയട്രോ റാൽഫോട് കിടന്ന് കരയാൻ തുടങ്ങി. ഈ സമയത്ത് വാണ്ട ഹെക്സിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഗത എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെയാണ് കാര്യം മനസ്സിലാവുന്നത്. നമ്മളുടെ വൈറ്റ് വിഷനും ഹെക്സ് വിഷനും അവരവരുടെ നെറ്റിയിൽ നിന്ന് എനർജി ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെക്സ് വിഷന്റെ നെറ്റിയിലുള്ള മൈൻഡ് സ്റ്റോണിൽ നിന്ന് പണ്ടത്തെ പോലെ തന്നെ അവൻ എനർജി ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈറ്റ് വിഷന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ അവനും വൈറ്റ് കളറിൽ എനർജി ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഹെക്സിന്റെ പുറത്തേക്ക് വന്നാൽ വാണ്ട ഉണ്ടാക്കിയ ഹെക്സ് വിഷന് നിലനിൽക്കാൻ പറ്റില്ല. അതായത് ഹെക്സ് ഉണ്ടെങ്കിലാണ് ഹെക്സ് വിഷന് നിലനിൽക്കാനും അവന്റെ പവറുകൾ ഉപയോഗിക്കാനും പറ്റൂ. വാണ്ട പതുക്കെ ഈ ഹെക്സ് ഇല്ലാതാക്കുന്നതോടെ നമ്മുടെ ഹെക്സ് വിഷനും മാഞ്ഞു പോകാൻ തുടങ്ങുവാണ്. അവന്റെ പവറുകളും വർക്കാവാതെയായി. അങ്ങനെ മൈൻഡ് സ്റ്റോണിൽ നിന്ന് എനർജി ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാതെയായതോടെ വൈറ്റ് വിഷൻ അവന്റെ എനർജി ബ്ലാസ്റ്റ് വെച്ച് ഹെക്സ് വിഷനെ താഴേക്ക് ഇടുവാണ്. അവന്റെ ശരീരം പതുക്കെ ഹെക്സിന്റെ പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ ഇല്ലാതായ പോലെ നശിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഹെക്സിന്റെ വിടവിക്കോടെ ടെയ്ലർ ഹേവാർഡും സോ ടീമും നൈസായിട്ട് ഉള്ളിലേക്ക് കടക്കുവാണ്. അവർ പെറ്റുന്ന ആയുധങ്ങളൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. നമ്മളുടെ ഹെക്സ് വിഷൻ നേരെ താഴേക്ക് വന്ന് വീഴുവാണ്. അവിടെ വാണ്ടയെ കാണുന്ന വിഷൻ അവളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹെക്സ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവിടേക്ക് വരുന്ന ബില്ലിയും ടോമിയും ഇതുപോലെ തന്നെ ഹെക്സ് ഇല്ലാതായതോടെ പതുക്കെ നശിക്കാൻ തുടങ്ങി. ഹെക്സ് വിഷന്റെയും ബില്ലിയുടെയും ടോമിയുടെയും ശരീരത്തിൽ നിന്ന് പതുക്കെ കഷ്ണങ്ങൾ വായുവിലേക്ക് പറന്നില്ലാതെയാവാൻ തുടങ്ങി. വാണ്ടയ്ക്കാണെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല. കണ്ടില്ലേ വാണ്ട, ഇതൊക്കെ നീ തന്നെയാണ് വരുത്തി വെച്ച്. നിന്റെ ഫാമിലി, നീ ഉണ്ടാക്കിയ 3 പേരും ഈ ഹെക്സ് ഇല്ലാതെ നിലനിൽക്കില്ല. ഇനി നീ തന്നെ തീരുമാനിക്കണം വാണ്ട. നിനക്ക് വെസ്റ്റ്യൂവിലെ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കണോ അതോ നിന്റെ ഭർത്താവിനെയും പിള്ളേരെയും രക്ഷിക്കണോ? അവിടെ ബില്ലിയും ടോമിയും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വാണ്ടയെ നോക്കി കരയുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് വിഷ്ണു സഹിക്കാൻ പറ്റാതെ കരയുന്നു. വിഷ്ണു അവിടെ ഏറെക്കുറെ ഇല്ലാതായെന്ന് തന്നെ പറയാം. എന്തായാലും വാണ്ട ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്ത് തീരുമാനിക്കുമെന്ന് അവൾക്ക് അറിയുന്നില്ല. എന്തായാലും അവൾ പെട്ടെന്ന് തോന്നിയ കാര്യം ചെയ്യുവാണ്. അവൾ വീണ്ടും ഹെക്സിനെ പഴയതുപോലെയാക്കി മാറ്റുന്നു. കാരണം അവളുടെ കൺമുന്നിൽ വെച്ച് വിഷനും മക്കളും മരിക്കുന്നത് അവൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷെ വീണ്ടും ഹെക്സിനെ അടയ്ക്കുമ്പോൾ വാണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട്. ഹെക്സ് ഇല്ലാതാക്കിയാൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷെ അവൾക്ക് അവളുടെ കുടുംബം നഷ്ടപ്പെടും. ഹെക്സ് വീണ്ടും നിർമ്മിക്കുകയാണെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, പക്ഷെ അവൾക്ക് അവളുടെ കുടുംബം കിട്ടും. അതിന്റെ ഒപ്പം തന്നെ വാണ്ടയ്ക്ക് കുറ്റബോധവും ഉണ്ടാവും. കാരണം ശരിക്കും പറഞ്ഞാൽ അവൾ തെറ്റാണ് ചെയ്യുന്നത്. അവളുടെ പേഴ്സണൽ സന്തോഷത്തിന് വേണ്ടി വെസ്റ്റ്യൂ എന്ന് പറയുന്ന ആ വില്ലേജിനെയും അവിടുത്തെ എല്ലാ ആളുകളെയും വാണ്ട തടവിലാക്കി വെച്ചിരിക്കുവായിരുന്നു. ഇതൊക്കെ മിസ്റ്റർ വു പുറത്തുനിന്ന് കാണുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവനൊരു അറിവില്ല. പക്ഷെ വു വിളിച്ചു വരുത്തിയ FBI ഫ്രണ്ട്സ് അവന്റെ പിന്നിൽ എത്തിക്കഴിഞ്ഞു. എന്തായാലും ഹെക്സ് വീണ്ടും പഴയതുപോലെ ആയതോടെ വിഷനും പിള്ളേരും പഴയതുപോലെ ആവുകയാണ്. അങ്ങനെ അവർ ഓടി വന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. വാണ്ടയുടെ ഫാമിലി വീണ്ടും ഒന്നു ചേർന്നു. അപ്പോഴാണ് അഗത വന്ന് പിന്നിൽ നിന്ന് എല്ലാവരെയും കൂടി അറ്റാക്ക് ചെയ്യുന്നത്. വാണ്ട പെട്ടെന്ന് അവളുടെ ചുറ്റും മാജിക് കൊണ്ടുള്ള ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അഗതയുടെ അറ്റാക്ക് അവരുടെ മേലേക്ക് എത്തുന്നില്ല. പക്ഷെ ഇതൊക്കെ അഗതയുടെ പ്ലാനാണ്. വാണ്ട ഇങ്ങനെ ഭയങ്കരമായിട്ട് മാജിക് ഉപയോഗിക്കുന്ന സമയത്ത് അഗത അവളുടെ മാജിക് പവർ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. ഇതായിരുന്നു തുടക്കം തൊട്ടേയുള്ള അഗതയുടെ പ്ലാൻ. എങ്ങനെയെങ്കിലും വാണ്ടയെ കൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ മാജിക് ഉപയോഗിപ്പിക്കണം, എന്നിട്ട് അതങ്ങോട്ട് വലിച്ചെടുക്കണം. അല്ലെങ്കിൽ വാണ്ടയെ കൊണ്ട് അവളുടെ സമ്മതത്തോടെ തന്നെ ആ മാജിക് തനിക്ക് നേടണം. എന്തായാലും പ്ലാൻ ഒക്കെ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. കാവോസ് മാജിക് കിട്ടാൻ തുടങ്ങിയതോടെ അഗത കൂടുതൽ പവർഫുൾ ആവാൻ തുടങ്ങി. പക്ഷെ വാണ്ടയുടെ മേൽ നിന്ന് ഈ കാവോസ് മാജിക്കും അവളുടെ ലൈഫ് ഫോഴ്സും പോകുന്നതോടെ അവളുടെ കൈകൾ വീണ്ടും ഉണങ്ങി വരേണ്ടതുപോലെയാവുകയാണ്. ഇതുകൊണ്ട് വിഷം പേടിക്കുന്നുണ്ട്. ബില്ലിക്കും ടോമിക്കും അവരുടെ അമ്മയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ ബില്ലിക്ക് ഒരു വിഷ്വൽസ് കണ്ടല്ലോ, അതായത് ആളുകൾ വാണ്ടയുടെ ചുറ്റും വരുന്നതും വാണ്ട സഹിക്കാൻ പറ്റാതെ അലറി കരയുന്നതും. ബില്ലി ഈ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതായത് ബില്ലിക്ക് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു സൂചന നേരത്തെ അറിയാനുള്ള കഴിവുണ്ട്. അതെപ്പോഴും വർക്കാവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഈ സീനിൽ കൂടെ നമുക്ക് മനസ്സിലാവുകയാണ്.
മാറുകയാണ്. ഇപ്പൊ വാണ്ടയുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഒരു സൈഡിൽ വൈറ്റ് വിഷൻ, ഒരു സൈഡിൽ അഗത, അപ്പുറത്തെ സൈഡിൽ കൂടെ ടൈലർ ഹീവാർഡും സോഡിന്റെ ടീമും. ഇപ്പൊ ഇവർക്ക് നേരിടാൻ 3 പേരാണുള്ളത്. പക്ഷെ അവർക്ക് അവരുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അവര് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് പറ്റുമെന്ന് വാണ്ട വിഷനോടും പിള്ളേരോടും പറയുന്നുണ്ട്. അവരതിന് റെഡിയായി. വാണ്ടയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പിന്നിൽ നിന്ന് വൈറ്റ് വിഷൻ പറന്നു വരുവാണ്. നമ്മുടെ വിഷൻ വൈറ്റ് വിഷൻ അടിച്ചു തെറിപ്പിച്ച് അടുത്തുള്ള ഒരു ലൈബ്രറിയുടെ ഉള്ളിലേക്ക് ചെന്ന് വീഴുവാണ്. വീണ്ടും തന്നെ ആക്രമിക്കാൻ വരുന്ന വൈറ്റ് വിഷനോട് ഹെക്സ് വിഷൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്തിനാ ഞങ്ങൾ ആക്രമിക്കുന്നത്? കാരണം എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വിഷനെയും വാണ്ടയും കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. വൈറ്റ് വിഷൻ നമ്മുടെ വിഷനെ ആക്രമിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന വിഷൻ വൈറ്റ് വിഷന്റെ കഴുത്തിൽ ഒരു ലോക്ക് ഇടുവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സിവിൽ വാറിൽ നമ്മളുടെ ക്ലിൻ ബാർട്ടനെയും വിഷൻ കറക്റ്റ് ഇതേപോലെ തന്നെ ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. ഈ കാഴ്ച വാണ്ടയും കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ എന്തായാലും വാണ്ടയുടെ മനസ്സിലുണ്ടാവുമല്ലോ. വാണ്ടയുടെ ഓർമ്മകളിൽ നിന്നാണ് ഈ വിഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ടാവും. അതുകൊണ്ട് വാണ്ട നിർമ്മിച്ച ഈ ഹെക്സ് വിഷന് ഇതേ മൂവ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഹെക്സ് വിഷൻ പറയാൻ തുടങ്ങി, നോക്ക്, ഞാൻ ശരിക്കുള്ള വിഷൻ അല്ല, ഞാൻ വാണ്ടയാൽ നിർമ്മിക്കപ്പെട്ട വിഷന്റെ ഒരു കോപ്പി മാത്രമാണ്. പെട്ടെന്ന് വൈറ്റ് വിഷൻ ആക്രമിക്കുന്നത് നിർത്തിവെച്ചു. അവനിപ്പോ ഒരു ക്യൂരിയോസിറ്റി വരുവാണ്. എന്താണ് ഹെക്സ് വിഷൻ ഉദ്ദേശിച്ചത്? വിഷനെ കൊല്ലാനാണല്ലോ തന്നെ പറഞ്ഞു വിട്ടത്. ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്ന വിഷൻ പറയുന്നു അവൻ ശരിക്കുള്ള വിഷൻ അല്ലെന്ന്. അപ്പൊ വൈറ്റ് വിഷന് കൺഫ്യൂഷനായി. അതുകൊണ്ടാണ് അവനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത്. നീ പറഞ്ഞത് എനിക്ക് വ്യക്തമല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടാണ് നീ സ്വയം വിഷൻ അല്ലെന്ന് പറയുന്നത്? ഓക്കെ വിഷൻ, ഞാൻ നിനക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഷിപ്പ് ഓഫ് തീസിയസിനെ പറ്റി നീ കേട്ടിട്ടുണ്ടാവും. ഏകദേശം അതുപോലെയാണ് നമ്മൾ രണ്ടുപേരുടെയും സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ ഇതേ വിഷനും വൈറ്റ് വിഷനും സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ഷിപ്പ് ഓഫ് തീസിയസ് എന്ന് ആദ്യം പറയാം. ഷിപ്പ് ഓഫ് തീസിയസ് എന്ന് പറഞ്ഞാൽ തീസിയസിന്റെ ഷിപ്പ് അല്ല, അതിന്റെ മീനിങ് അങ്ങനെയാണ്. പക്ഷെ എന്തിനാണ് ഹെക്സ് വിഷൻ വൈറ്റ് വിഷനോട് ഇത് പറയുന്നതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും. ഒരാളുണ്ടാക്കിയ ഒരു ഷിപ്പ് അതങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. അത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കപ്പലിന്റെ എല്ലാ ഭാഗങ്ങളും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു ദിവസം കപ്പലിന്റെ ചെറിയൊരു ഭാഗം കേടായി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഭാഗം. അപ്പൊ ഒരാള് ആ ഭാഗം എടുത്ത് മാറ്റിയിട്ട് അവിടെ സ്റ്റീൽ കൊണ്ടുള്ള അതേപോലത്തെ മറ്റൊരു ഭാഗം ഉണ്ടാക്കി വെക്കുവാണ്. അടുത്ത ദിവസം ഷിപ്പിന്റെ മറ്റൊരു ഭാഗം കേടായി. അയാൾ അതേപോലെയുള്ള ഒരു ഭാഗം സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ചേർത്ത് വെക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഈ കപ്പലിന്റെ മരം കൊണ്ടുള്ള എല്ലാ ഭാഗങ്ങളും പതുക്കെ പതുക്കെ കേടാവാനും അത് സ്റ്റീൽ കൊണ്ടുള്ള ഒരു ഭാഗം കൊണ്ട് ശരിയാക്കപ്പെടാനും തുടങ്ങി. അതായത് റീപ്ലേസ് ചെയ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ആ കപ്പലിൽ മരം കൊണ്ടുള്ള ഒരു ഭാഗം പോലും ഇല്ലാതെയായി. മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മാറ്റി, അതായത് കപ്പലിന്റെ എല്ലാ ഭാഗങ്ങളും മാറ്റിയിട്ട് അവിടെയൊക്കെ സ്റ്റീൽ കൊണ്ടുള്ള പാർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീസിയസിന്റെ ഈ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഏത് ഷേപ്പിലും ഏത് സ്ട്രക്ചറിലും ആണോ ഇരുന്നത്, കറക്റ്റ് അതേപോലെ തന്നെയാണ് ഇപ്പൊ അതിന്റെ ഷേപ്പും സ്ട്രക്ചറും. പക്ഷേ അന്ന് മരം കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് അത് സ്റ്റീൽ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇത് തീസിയസിന്റെ അതേ ഷിപ്പ് ആണോ? ഈ കപ്പലിന്റെ സ്ട്രക്ചറും ഷേപ്പും പണ്ട് തീസിയസ് നിർമ്മിച്ച അതേപോലെ തന്നെ ആയതുകൊണ്ട് ഇതിന്റെ തീസിയസിന്റെ ഷിപ്പാണെന്ന് പറയാം. പക്ഷേ പണ്ട് തീസിയസ് ഈ ഷിപ്പ് നിർമ്മിച്ചപ്പോ അത് മരം കൊണ്ടുള്ളതായിരുന്നു. ഇപ്പൊ ഇത് സ്റ്റീൽ കൊണ്ടുള്ളതാണ്. അതായത് ഈ ഷിപ്പ് ഇപ്പോ പഴയതുപോലെയല്ല, അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ മാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇത് കറക്റ്റ് തീസിയസിന്റെ ഷിപ്പാണെന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി വരും. അപ്പോ ഈ പുതിയ സ്റ്റീലിന്റെ ഷിപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തീസിയസിന്റെ ഷിപ്പ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും ഒരു ഉത്തരവില്ല. ആണെന്ന് പറയാം, അല്ലെന്നും പറയാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ രണ്ട് വിഷന്മാരുടെയും ശരിക്കുള്ള സിറ്റുവേഷൻ. വൈറ്റ് വിഷന്റെ ബോഡി പണ്ടത്തെ വിഷന്റെ ശരിക്കുള്ള ബോഡിയാണ്. അത് വെച്ചിട്ടാണ് അവർ വൈറ്റ് വിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ പണ്ടത്തെ വിഷന്റെ ഓർമ്മകളൊന്നും വൈറ്റ് വിഷൻ ഇല്ല. അതുകൊണ്ട് അവനാണ് ശരിക്കുള്ള വിഷൻ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇനി ഹെക്സ് വിഷന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, അവന് പണ്ടത്തെ വിഷന്റെ ഓർമ്മകളും പണ്ടത്തെ വിഷന്റെ പോലെയുള്ള സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവന്റെ ബോഡി പണ്ടത്തെ വിഷന്റെ അല്ല, അത് വാണ്ട ഉണ്ടാക്കിയ ഒരു ബോഡിയാണ്. അപ്പൊ ഇവനും ശരിക്കുള്ള വിഷനല്ല. അപ്പൊ ഇതിൽ രണ്ടാളും ശരിക്കുള്ള വിഷനല്ലല്ലോ. അല്ല, നമ്മളുടെ വൈറ്റ് വിഷനോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് വിഷനെ കൊല്ലാനാണ്. ഇവർ രണ്ടുപേരും വിഷൻ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് കൊല്ലേണ്ടത്? അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ ഹെക്സ് വിഷൻ വൈറ്റ് വിഷനോട് ചോദിക്കുമ്പോൾ വൈറ്റ് വിഷൻ ആകെ ആശയക്കുഴപ്പത്തിലാവാണ്. ശരിക്കുള്ള വിഷൻ ഉണ്ടെങ്കിലല്ലേ അവനെ കൊല്ലാൻ പറ്റൂ. അങ്ങനെ ചെയ്യാനാണല്ലോ തന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന ഹെക്സ് വിഷൻ ശരിക്കുള്ള വിഷനല്ല, പിന്നെന്തിനാണ് അവനെ കൊല്ലുന്നത്? ഈ വൈറ്റ് വിഷൻ ഒരേ റോബോട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു മനുഷ്യനാണ് ഇങ്ങോട്ട് കൊല്ലാൻ വേണ്ടി വന്നെങ്കിൽ അവൻ ഈ കാര്യം ഒന്നും പറഞ്ഞാൽ അത് ആലോചിച്ച് നിൽക്കാതെ മുന്നിലുള്ള വിഷനെ കൊല്ലാൻ നോക്കുമായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ് വിഷൻ, നമ്മൾ രണ്ടുപേരും ശരിക്കുള്ള വിഷൻ അല്ല. എന്റെ കയ്യിൽ ബോഡിയുണ്ട് പക്ഷെ ഓർമ്മകളില്ല. നിന്റെ കയ്യിൽ ഓർമ്മകളുണ്ട് പക്ഷെ ബോഡിയില്ല. പക്ഷെ അതിലൊരു തെറ്റുണ്ട് വിഷൻ. നിന്റെ കയ്യിൽ പഴയ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. നീ ഒരു റോബോട്ടാണ്. അതുകൊണ്ട് നിന്റെ ഉള്ള ഡാറ്റ അങ്ങനെ ഈസി ആയിട്ട് അവർക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർ നിന്റെ ഉള്ള ഡാറ്റ തടഞ്ഞു വെച്ചിരിക്കുകയോ നിന്റെ പഴയ ഓർമ്മകൾ അവർ നിന്റെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ലോക്ക് ചെയ്ത് നിന്റെ ഉള്ളിൽ തന്നെ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് ഇപ്പോഴും നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നീ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. അവരെന്തിനങ്ങനെ ചെയ്തെന്നും നിനക്ക് ഊഹിക്കാൻ പറ്റും. ഒരുപക്ഷെ എന്റെ പഴയ ഓർമ്മകൾ എനിക്ക് തന്നില്ലെങ്കിൽ എന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനായിരിക്കാം. അതെ വൈറ്റ് വിഷൻ, നീ ചിന്തിച്ചത് ശരിയാണ്. ഒരുപക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നിന്റെ പഴയ ഓർമ്മകൾ നിന്റെ ഉള്ളിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആ ഓർമ്മകൾ നിനക്ക് വേണ്ടി അൺലോക്ക് ചെയ്ത് തിരിച്ചു തരാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞ ഹെക്സ് വിഷൻ വൈറ്റ് വിഷന്റെ അടുത്തേക്ക് വരുവാണ്. ആദ്യം വൈറ്റ് വിഷൻ ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ശരിക്കുള്ള കാര്യം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആകാംക്ഷ കാരണം വൈറ്റ് വിഷൻ അതിന് സമ്മതിക്കുന്നു. ഹെക്സ് വിഷൻ വൈറ്റ് വിഷന്റെ നെറ്റിയിലെ ഭാഗത്ത് അവന്റെ വിരൽ വെക്കുവാണ്. നമ്മൾക്ക് അറിയുന്നത് പോലെ മൈൻഡ് സ്റ്റോണിന്റെ ഒരു
പവർ അല്ലെങ്കിൽ ആളുകളുടെ മൈൻഡുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പവർ നമ്മളുടെ ഹെക്സ് വിഷൻ ഉണ്ട്. മാത്രമല്ല അവനൊരു റോബോട്ടായിട്ടാണ് വാണ്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും. എങ്ങനെയായാലും ഹെക്സ് വിഷൻ അവന്റെ നെറ്റി തൊടുമ്പോൾ വൈറ്റ് വിഷന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ശരിക്കുള്ള വിഷൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ അവന്റെ ഉള്ളിലെ മെമ്മറിയിൽ സേവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞതുപോലെ ടൈലർ ഹേവാർഡും ടീമും അവനൊരു ആയുധമാക്കാൻ വേണ്ടി ആ ഓർമ്മകൾ അവന്റെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചിരിക്കുമായിരുന്നു. അവൻ ആക്സസ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഈ ഓർമ്മകളെയാണ് നമ്മുടെ ഹെക്സ് വിഷൻ അൺലോക്ക് ചെയ്യുന്നത്. പഴയ ഓർമ്മകളൊക്കെ വൈറ്റ് വിഷന് കിട്ടുവാണ്. അവൻ ആദ്യമായിട്ട് വാണ്ടയെ കാണുന്നത്, വാണ്ടയുടെ കൂടെയുള്ള ജീവിതം, താനോസ് അവനെ കൊല്ലുന്നത്, വാണ്ട അവന്റെ തലയിലെ മൈൻഡ് സ്റ്റോൺ പൊട്ടിക്കുന്നത്, ഏജ് ഓഫ് അൾട്രോണിന്റെ സമയത്തെ കാര്യങ്ങൾ, സിവിൽ വാറിന്റെ സമയത്തെ കാര്യങ്ങൾ, അങ്ങനെയെന്ന് വേണ്ട എല്ലാവിധ ഓർമ്മകളും വൈറ്റ് വിഷന്റെ ഉള്ളിലേക്ക് തിരിച്ചു വരുവാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഹെക്സ് വിഷന്റെ ഓർമ്മകൾ പോലും വൈറ്റ് വിഷനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി ഹെക്സ് വിഷൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. അവനെ നിർമ്മിച്ചത് വാണ്ടയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കഴിവുകളും ഹെക്സ് വിഷൻ ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാ ഓർമ്മകളും കിട്ടിയതോടെ വൈറ്റ് വിഷന്റെ കണ്ണുകൾ ഒരു സാധാരണ മനുഷ്യന്റെ പോലെയാവുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഏത് വിഷനായാലും അവനവന്റെ ബോഡി ഇഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും, അത് നമ്മൾക്കറിയാം. സോ അവന്റെ ഈ ഓർമ്മകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു റോബോട്ട് എന്നതിൽ നിന്ന് മാറി കുറെ കൂടി മാനുഷികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരേ ഒരു കാര്യമാണ് വൈറ്റ് വിഷൻ പറയുന്നത്, ഇപ്പോൾ ഞാനാണ് ശരിക്കുള്ള വിഷൻ. അങ്ങനെ പറഞ്ഞ് വൈറ്റ് വിഷൻ അവിടെ നിന്ന് നേരെ പറന്ന് ദൂരേക്ക് പോവാണ്. അവൻ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പഴയ ഓർമ്മകൾ അവന് കിട്ടി, പഴയ വിഷന്റെ ബോഡി അവന്റെ കയ്യിലുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഷിപ്പിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല. ഇപ്പൊ ബോഡിയും വൈറ്റ് വിഷന്റെ കയ്യിലുണ്ട്, ഓർമ്മകളും വൈറ്റ് വിഷന്റെ കയ്യിലുണ്ട്. അപ്പൊ അവനാണ് ഇപ്പോ ശരിക്കുള്ള വിഷൻ. വിഷനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവനെ ടൈലർ ഹേവാർഡ് വിട്ടത്. അപ്പോ അവനിനി വിഷനെ കൊല്ലണമെങ്കിൽ സ്വയം കൊല്ലേണ്ടി വരും. അങ്ങനെ ആശയക്കുഴപ്പത്തിലായപ്പോഴാണ് വൈറ്റ് വിഷൻ അവിടെ നിന്ന് പറന്നുപോയത്. പിന്നെ അടുത്തൊരു ഡൗട്ട്, വൈറ്റ് വിഷന് ഓർമ്മകളൊക്കെ കിട്ടി, അപ്പൊ വാണ്ടയെ അവൻ ഇഷ്ടമാണെന്നുള്ള കാര്യവും അവൻ അറിയാമായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് അവൻ വാണ്ടയെ കാണാനോ സഹായിക്കാനോ ചെല്ലാതെ അവിടുന്ന് പറന്നുപോയത്? കാരണം എന്താന്ന് വെച്ചാൽ അവനിപ്പോ വിഷന്റെ ബോഡിയും ഉണ്ട്, പഴയ ഓർമ്മകളും ഉണ്ട്. പക്ഷേ അവൻ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു AI റോബോട്ടാണ്. അവന് ഇമോഷൻസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ പതുക്കെ പതുക്കെ ഈ ഓർമ്മകൾ അവന്റെ മനസ്സിൽ തന്നെ കിടന്ന് അവനത് വീണ്ടും വീണ്ടും പ്രോസസ് ചെയ്ത് അവന്റെ ഉള്ളിൽ ഇമോഷൻസ് വരുമായിരിക്കും. വാണ്ടയോടുള്ള ശരിക്കുള്ള ഇഷ്ടം വൈറ്റ് വിഷന് വീണ്ടും തോന്നുമായിരിക്കും. പക്ഷെ ഉടനടി അങ്ങനെ സംഭവിക്കാൻ അവനൊരു മനുഷ്യനല്ല, അവനൊരു റോബോട്ടാണ്. അതുകൊണ്ടാണ് അവൻ ഇവിടെ നിൽക്കാതെ പറന്നുപോയത്. ഇവരെങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പുറത്ത് വേറെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. സ്വോർഡിന്റെ ആളുകൾ അഗത ഒരു പ്രശ്നക്കാരിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവളെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് അഗത അവളുടെ പവർ ഉപയോഗിച്ച് വന്ന പട്ടാളക്കാരെയൊക്കെ ആകാശത്തേക്ക് ഉയർത്തുവാണ്. കണ്ടോ വാണ്ട, നമ്മളെപ്പോലെ പവർ ഉള്ള സ്ത്രീകൾക്ക് എന്നും ശത്രുക്കൾ ഉണ്ടായിരിക്കും. നമ്മൾക്ക് പവർ ഉള്ളത് കൊണ്ടാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിന്റെ ആ പവർ എനിക്ക് വിട്ടു തന്നൂടെ. ഇങ്ങനെ പറഞ്ഞ അഗത അവൾ ആകാശത്തേക്ക് നിർത്തിയിരുന്ന പട്ടാളക്കാരെ നേരെ താഴേക്ക് ഇടുവാണ്. അവരൊക്കെ താഴെ വന്ന് വീണ ഇപ്പൊ തന്നെ മരിക്കും. പക്ഷെ വാണ്ട അവരെ അവളുടെ മാജിക് ഉപയോഗിച്ച് താഴെ വീഴാതെ രക്ഷിക്കുവാണ്. എന്നിട്ട് മക്കളോട് മിലിറ്ററിയിൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി തടയാൻ പറയുന്നു. കാരണം മക്കൾക്കിപ്പോ അഗതയെയോ വൈറ്റ് വിഷനെയോ തടയാൻ പറ്റില്ല. അവർക്ക് തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് പട്ടാളക്കാരെയായിരിക്കും. അമ്മ ഇപ്പൊ തിരിച്ചു വരാന്ന് പറഞ്ഞു വാണ്ട അഗതയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പറക്കുവാണ്. ഇപ്പൊ പട്ടാളക്കാരൊക്കെ ബില്ലിയും ടോമി അവരുടെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുവാണ്. ഈ രണ്ടു പിള്ളേർക്കും സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം പാവം പട്ടാളക്കാർക്ക് അറിയില്ല. ടോമി സൂപ്പർ സ്പീഡിൽ ഓടിപ്പോയി എല്ലാ പട്ടാളക്കാരുടെയും തോക്ക് മോഷ്ടിച്ച് കൊണ്ടുവരുവാണ്. ഇത് ടൈലർ ഹേവാർഡ് കണ്ടു. ഈ പിള്ളേർ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് അയാൾക്ക് തോന്നി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അയാൾ ചെയ്യുവാണ്. ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തതുപോലെ അയാൾ നേരെ ഇറങ്ങി വന്ന് അയാളുടെ കയ്യിലുള്ള തോക്ക് കൊണ്ട് പിള്ളേർക്ക് നേരെ വെടിവെക്കുവാണ്. ബില്ലിയും ടോമിയും പെട്ടെന്ന് ഇത് കണ്ടില്ല. പക്ഷെ അങ്ങോട്ടേക്ക് ഓടി വരുന്ന മോണിക്ക് ഇത് കാണുന്നുണ്ട്. പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് ഓടി വന്ന് ഈ വെടിയുണ്ടകൾ അവളുടെ മേലേക്ക് ഏറ്റുവാങ്ങുവാണ്. ഇപ്പൊ അവളുടെ കണ്ണുകൾ ഒരു പ്രത്യേക തരത്തിൽ തിളങ്ങുന്നുണ്ട്. ഓരോ തരം എനർജി അവൾ അബ്സോർബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും ഓരോ കളറിലാണ് മോണിക്കയുടെ കണ്ണുകൾ തിളങ്ങുന്നത്. ടൈലർ ഹേവാർഡ് വെച്ച വെടിയുണ്ടകൾ മോണിക്കയുടെ ശരീരത്തിൽ കൂടെ കടന്നു പോവാണ്. അവളെ മുറിവേൽപ്പിക്കാതെ കടന്നു പോവാണ്. അവളുടെ ബോഡി ട്രാൻസ്പാരന്റ് ആയി വെടിയുണ്ടകളുടെ എനർജി അവൾ അവളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാണ്. അതുകൊണ്ട് തന്നെ മോണിക്ക് ഒന്നും പറ്റുന്നില്ല. പക്ഷെ ഒരു വെടിയുണ്ട മാത്രം അവൾക്ക് തടയാൻ പറ്റാതെ പിള്ളയുടെ മേലേക്ക് പോവാണ്. പക്ഷെ ബില്ലി അത് അവന്റെ കഴിവ് വെച്ച് തടയുന്നു. നമ്മൾക്കറിയുന്നത് പോലെ ബില്ലിക്ക് വാണ്ട മാക്സിമോഫിന്റെ ഏകദേശം കഴിവുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടൈലർ തെണ്ടിയുടെ തോക്കിൽ ഉണ്ട തീർന്നു. ഇനി ഇവിടെ നിന്ന് പണി പാളുമെന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുവാണ്. പോകുന്ന പോക്കില് അയാൾ മോണിക്കയുടെയും പിള്ളയുടെയും മേലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ പോകുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ അപ്പോഴല്ലേ മരണമാ സെൻട്രി വരുന്നത്. ഏതോ ഒരു ട്രക്ക് വന്ന് ടൈലർ ഹേവാർഡിന്റെ വണ്ടിയെ ഇടിച്ച് ദൂരേക്ക് മാറ്റുവാണ്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മളുടെ ഡാർസി ലൂയിസ് ആയിരുന്നു. അതെ, കുറച്ച് എപ്പിസോഡിൽ മിസ്സിംഗ് ആയിരുന്നെങ്കിലും അവൾ ഒരു മരണമാ സെൻട്രി തന്നെ നടത്തി. നിനക്ക് ജയിലിലേക്ക് പോകാൻ സമയമായുടെ മോനെന്നാണ് ഡാർസി ടൈലർ ഹേവാർഡിനോട് പറയുന്നത്. അല്ല പിന്നെ ഡാർസിയുടെ അടുത്താണ് അവന്റെ കളി. വാണ്ട അഗതയുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. വാണ്ട എവിടെ പോയെന്ന് അഗത നോക്കി നിൽക്കുന്നു. പക്ഷെ അപ്പോഴേക്കും വാണ്ട വേഗത്തിൽ അഗതയുടെ പിന്നിലേക്ക് വരുവാണ്. എന്നിട്ട് അഗതയെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ ഏജ് ഓഫ് അൾട്രോണിൽ വാണ്ട അവെഞ്ചേഴ്സിനെയൊക്കെ ഇങ്ങനെ തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അഗതയെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന വാണ്ട പണ്ട് അവെഞ്ചേഴ്സിന്റെ അടുത്ത് ചെയ്തതുപോലെ അഗതയുടെ ഏറ്റവും വലിയ പേടിയുള്ള മൊമെന്റിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അതായത് സൈലത്തിൽ വെച്ച് അവളെ അവളുടെ അമ്മയും മറ്റ് വിച്ചുകളും കൂടി കൊല്ലാൻ പോയ മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിലേക്കാണ് അവർ തിരിച്ചു പോകുന്നത്. അവിടെ അഗത ഇപ്പോഴും പഴയതുപോലെ കെട്ടിയിട്ടിരിക്കുവാണ്. അഗതയ്ക്ക് പേടിയാവാൻ തുടങ്ങി. ഞാൻ
പ്രത്യേകം പറയുന്നു ഇത് ടൈം ട്രാവൽ ഒന്നുമല്ല, ഇതൊരു മൈൻഡ് ഗെയിമാണ്. പെട്ടെന്ന് പണ്ട് അഗത മാജിക്കും ലൈഫ് ഫോഴ്സും വലിച്ചെടുത്ത് കൊന്നുകളഞ്ഞ വിച്ചുകളൊക്കെ അവിടെ ഉയർത്തെഴുന്നേക്കാൻ തുടങ്ങി. അഗത പെട്ടെന്ന് പേടിക്കുന്നു. നോ വാണ്ട, പ്ലീസ് എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ, ഞാനതൊക്കെ നിർത്തിക്കോളാം, ദയവ് എന്നെ തുറന്നു വിട്, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ വാണ്ട, ഐ എം റിയലി സോറി. ഇത് ഞാനായിട്ട് വരുത്തി വെച്ചതല്ല അഗത, നീയും എന്റെ അടുത്ത് ഇങ്ങനെ തന്നെയല്ല ചെയ്ത്. പക്ഷെ പെട്ടെന്ന് അഗത ചിരിക്കാൻ തുടങ്ങി. അഗത നമ്മൾ വിചാരിക്കുന്ന പുള്ളിയൊന്നും അല്ല. വാണ്ട അവളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വെച്ച് അഗത ചുറ്റുമുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുവാണ്. അഗത അവളുടെ പവർ കൊണ്ട് അവിടെ നിൽക്കുന്ന വിച്ചുകളെയൊക്കെ വാണ്ടയുടെ മേലേക്ക് തിരിക്കുവാണ്. ആ വിച്ചുകൾക്കൊക്കെ അറിയാം സ്കാർലറ്റ് വിച്ച് ഉണ്ടാവാൻ പാടില്ല, ലോകത്തിന്റെ നാശത്തിന് കാരണമായേക്കാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ത്രീയാണ് കാവസ് മാജിക് കൈവശമുള്ള സ്കാർലറ്റ് വിച്ച്, അതുകൊണ്ട് അവളെ വെറുതെ വിടാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ആ വിച്ചുകളൊക്കെ കൂടി അഗതയെ അവിടെ നിന്ന് മാറ്റിയിട്ട് വാണ്ടയെ അവിടെയുള്ള മരത്തിൽ പിടിച്ച് കെട്ടുവാണ്. സോ വാണ്ടയുടെ ഐഡിയ അവൾക്ക് തന്നെ കുഴപ്പമായി. താഴെ വീണ് കിടന്നിരുന്ന വിച്ചുകളൊക്കെ വാണ്ടയുടെ മേലെ കൈകൾ വെക്കുന്നു. പതുക്കെ വാണ്ടയുടെ തലയിലായിട്ട് ഒരു കിരീടം തെളിഞ്ഞു വരുവാണ്. ഒരു ചുവന്ന നിറത്തിലുള്ള പേടിപ്പെടുത്തുന്നത് പോലെയുള്ള കിരീടം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അഗതയുടെ അമ്മ, അതായത് അവരുടെ ഗ്രൂപ്പ് ലീഡർ ആയിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരവരുടെ എല്ലാ മാജിക്കും പുറത്തെടുത്ത് ഉപയോഗിച്ച സമയത്ത് അവർക്കും ഇങ്ങനെ ഒരു കിരീടം തെളിഞ്ഞു വന്നിരുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ വാണ്ടയുടെ ശരിക്കുള്ള കഴിവുകളും പുറത്തു വരാൻ പോവുകയാണ്. അത് ആർക്കൊക്കെ താങ്ങാൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടി വരും. വാണ്ട, ഇതാണ് ശരിയായിട്ടുള്ള സമയം. ഇപ്പോൾ നിന്റെ കഴിവുകൾ എനിക്ക് തരാൻ സമയമായി വാണ്ട. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ വാണ്ട? നിനക്ക് കഴിവുകളുണ്ട്, നിന്റെ ഉള്ളിൽ അടങ്ങാത്ത മാജിക് ഉണ്ട്, പക്ഷെ നിനക്ക് അറിവില്ല. അറിവാണ് ഏറ്റവും വലിയ ആയുധം വാണ്ട. എനിക്ക് അറിവുണ്ട്, ഇനി എനിക്ക് വേണ്ടത് നിന്റെ കഴിവുകളാണ് വേണ്ട. പക്ഷെ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, നീ അറിവില്ലായ്മയോടെയാണ് വെസ്റ്റ്യൂൻ ഇങ്ങനെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് അതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. നിന്റെ കഴിവ് എനിക്ക് തന്നാൽ ആ തെറ്റുകളൊക്കെ ഞാൻ മാറ്റിത്തരാം. പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ നിന്റെ വിഷന്റെയും നിന്റെ മക്കളുടെയും കൂടെ വെസ്റ്റ്യൂവിൽ സുഖമായി ജീവിക്കാൻ വേണ്ട. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ആ മാജിക് എനിക്ക് താ, അതെനിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ വാണ്ടയുടെ പേടിച്ച രണ്ട് മുഖം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. അവൾ ഒരു നിമിഷം കൈകൾ രണ്ടും അനക്കുന്നതോടെ ചുറ്റും നിൽക്കുന്ന മന്ത്രവാദിനികൾ ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. അഗതയ്ക്ക് മനസ്സിലായി പണി പാളിയെന്ന്. വാണ്ട വന്ന് അഗതയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആകാശത്ത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ വാണ്ട ഇപ്പൊ പറയുന്നത് അഗത ആഗ്രഹിച്ചത് തന്നെയാണ്. വാണ്ടയ്ക്ക് ഈ പവർ ആവശ്യമില്ല, ഇത് നീ തന്നെ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് വാണ്ട അഗതയെ അറ്റാക്ക് ചെയ്യുന്നത്. ഓരോ വട്ടം വാണ്ട അവളുടെ മാജിക് ഉപയോഗിച്ച് അഗതയെ അറ്റാക്ക് ചെയ്യുമ്പോഴും ആ മാജിക് പവർ ഒക്കെ അഗത വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് അഗത കൂടുതൽ കൂടുതൽ പവർഫുൾ ആവുന്നു. ചില സമയത്ത് വാണ്ട മാജിക് സ്പെൽ ഉപയോഗിക്കുമ്പോൾ അത് അഗതയുടെ മേൽ കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാലും വാണ്ട വീണ്ടും അഗതയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അഗത വാണ്ടയുടെ മാജിക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. വാണ്ടയെ സഹായിക്കാൻ വേണ്ടി വിഷൻ പറന്നു വരുന്നുണ്ട്. പക്ഷെ വിഷൻ അപകടമൊന്നും വരണ്ടെന്ന് വിചാരിച്ച് വാണ്ട അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഈ അതിമാരകമായ ഫൈറ്റ് കാരണം അവിടെ ഹെക്സിന്റെ ചുറ്റും കൂടുതൽ ചുവന്ന നിറവാകാൻ തുടങ്ങി. ആകാശമൊക്കെ കറുത്തിരണ്ടുപോയി. വാണ്ടയുടെ പവറൊക്കെ അഗത വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ കൈയും ശരീരവും ഒക്കെ ഉണങ്ങി വരണ്ടു പോവുകയാണ്. പണ്ട് ഒരു കൂട്ടം വിച്ചുകളെ അഗത എങ്ങനെയാണോ കൊന്നത് അതേ രൂപത്തിലേക്ക് വാണ്ടയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അടിയിൽ നിന്ന് കാണാനല്ലാതെ വിഷനും മക്കൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കമോൺ വാണ്ട, ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടതും. നിന്റെ മുഴുവൻ മാജിക്കും എനിക്ക് താ, എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വാണ്ട. നിന്റെ ഉള്ളിലെ അവസാനത്തെ തുള്ളി മാജിക്കും എനിക്ക് വേണം. നിനക്ക് ഈ മാജിക് ഒരു ഭാരമാണ് വാണ്ട, പക്ഷെ എനിക്ക് ആ ഭാരം എന്റെ ശക്തിയാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പൊ വാണ്ടയുടെ മുഖമൊക്കെ ശരിക്കും പ്രായമായതുപോലെയായി. അവൾക്കിനി എനർജി ബാക്കിയില്ല. എന്നാലും അവൾ എല്ലാ പവറും എടുത്ത് വീണ്ടും അഗതയെ അറ്റാക്ക് ചെയ്യുവാണ്. ഇപ്പൊ അഗതയ്ക്ക് ഈസി ആയിട്ട് വാണ്ടയുടെ ഉള്ള മാജിക് ഒക്കെ വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വാണ്ടയുടെ ഉള്ള അവസാനത്തെ ഇറ്റ് മാജിക്കും അഗത വലിച്ചെടുക്കുവാണ്. ഇപ്പൊ വാണ്ട ശരിക്കും മരിച്ചതുപോലെയായി. അഗതയാണെങ്കിൽ പണ്ടത്തെക്കാളും വളരെയേറെ പവർഫുൾ ആയി മാറിക്കഴിഞ്ഞു. അവളുടെ ഉള്ളിലേക്ക് കിട്ടിയിരിക്കുന്ന മാജിക്കിനെ അഗതയ്ക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത്രയും നേരം അഗത വാണ്ടയെ ചതിക്കുകയായിരുന്നു. വാണ്ട, പിന്നെ ഒരു കാര്യം, എനിക്ക് വേണ്ടത് കിട്ടി കഴിഞ്ഞു. പിന്നെ ഐ എം റിയലി സോറി, ഞാൻ നിന്നോട് വെസ്റ്റ്യൂ ഒക്കെ പഴയതുപോലെ ആക്കാന്ന് പറഞ്ഞില്ലേ, അതെന്നെ കൊണ്ട് പറ്റില്ല. ഒരു വട്ടം ഒരു മാജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ മറ്റൊരു വിച്ചിന് മാറ്റാൻ അത്ര ഈസി അല്ല. എനിക്കിനി ഈ വെസ്റ്റ്യൂവിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വാണ്ട. വെസ്റ്റ്യൂവും ഇങ്ങനെ തകർന്നു തന്നെ ഇരിക്കും. എങ്ങനെയാണോ ഉള്ളിന്റെ ഉള്ളിൽ നീ തകർന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിന്റെ ദുരന്തമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിക്കോ വാണ്ട. അങ്ങനെ പറഞ്ഞ അഗത വാണ്ടയുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇനിയും വാണ്ടയുടെ ബാക്കിയുള്ള ലൈഫ് ഫോഴ്സിനെ കൂടി വലിച്ചെടുക്കാനാണോ അതോ വാണ്ടയെ കൊല്ലാനാണോ എന്നറിയില്ല. പക്ഷെ അഗതയുടെ മാജിക് വർക്ക് ആവുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഒടുക്കത്ത ട്വിസ്റ്റ് മനസ്സിലാക്കുന്നത്. അഗത പറഞ്ഞത് ശരിയാണ്, വെറുതെ പവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് ഉപയോഗിക്കാനുള്ള അറിവും വേണം. അതായത് നോളജ് ഇസ് പവർ, അറിവ് തന്നെയാണ് നമ്മുടെ ആയുധം. അത് വാണ്ട കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. പണ്ട് വാണ്ടയെ തളയ്ക്കാൻ വേണ്ടി അഗത ഒരു പ്ലാൻ ഉണ്ടാക്കി. അവളുടെ ബേസ്മെന്റിന്റെ 4 ചുവരുകളിൽ അവൾ റൂൺസ് മാജിക് ഉപയോഗിച്ചു. ആ നിയമം അനുസരിച്ച് റൂൺസ് മാജിക് ഉപയോഗിക്കുന്ന വിച്ചിന് മാത്രമാണ് അതിന്റെ ഉള്ളിൽ പവർ ഉണ്ടാവും. മറ്റൊരു വിച്ച് അങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ ആ വിച്ചിന് പവർ ഉണ്ടാവില്ല. ആ അറിവ് അഗതയുടെ കയ്യിൽ നിന്ന് അന്ന് വാണ്ടയ്ക്ക് കിട്ടി. അതറിയാത്തത് കൊണ്ട് അഗത അന്ന് വാണ്ടയെ കളിയാക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അതേ അറിവ് വെച്ച് വാണ്ട അഗതയെ തളച്ചിരിക്കുവാണ്. അതായത് കിട്ടിയ പണി ഇരട്ടിയായിട്ട് വാണ്ട അങ്ങോട്ട് തിരിച്ചു കൊടുത്തിരിക്കുവാണ്. കാര്യം മനസ്സിലായില്ലെങ്കിൽ പറയാം. അന്ന് അഗത ബേസ്മെന്റിന്റെ 4 ചുവരുകളിലാണ് റൂൺസ് മാജിക് ചെയ്തതെങ്കിൽ ഇന്ന് വാണ്ട റൂൺസ് മാജിക് ചെയ്തിരിക്കുന്നത് ഹെക്സിന്റെ 4 അറ്റത്തുമാണ്. നേരത്തെ വാണ്ട അഗതയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കുറെ അറ്റാക്കൊക്കെ അഗതയുടെ മേൽ കൊള്ളാതെ പോയെന്ന് പറഞ്ഞല്ലോ, അത് വാണ്ട അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് അഗതയെ പറ്റിക്കാൻ വേണ്ടി. ആ പോയ അറ്റാക്ക് ഒക്കെ ശരിക്കും റൂൺസ് മാജിക് സ്പെല്ലുകളായിരുന്നു. നേരത്തെ അഗത ബേസ്മെന്റ് ചെയ്തതുപോലെ
വാണ്ടയും ഹെക്സിന്റെ ചുവരുകളിൽ ഈ റൂൺസ് മാജിക് എത്തിക്കാൻ വേണ്ടിയാണ് അഗതയുടെ മേലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഉന്നം തെറ്റിയതുപോലെ അഭിനയിച്ചത്. ഇപ്പൊ റൂൾസ് അനുസരിച്ച് വാണ്ട ക്രിയേറ്റ് ചെയ്ത റൂൺ മാജിക്കിന്റെ ഉള്ളിലാണ് അഗത നിൽക്കുന്നത്. റൂൺസ് മാജിക് ക്രിയേറ്റ് ചെയ്ത വിച്ചിന് മാത്രമാണ് അതിന്റെ ഉള്ളിൽ പവർ ഉണ്ടാവും. അതുകൊണ്ട് ഇനിയാണ് വാണ്ടയുടെ കളി തുടങ്ങാൻ പോകുന്നത്. അഗതയ്ക്ക് ഇനി പ്രസക്തിയില്ല, അവൾക്ക് ഇനി പവർ ഉപയോഗിക്കാനും പറ്റില്ല. വാണ്ട കൈ ഉയർത്തിയതും അവളുടെ ശരീരം പഴയതുപോലെയാവുന്നു. താൻ പെറ്റിക്കപ്പെട്ടെന്ന് അഗത ഹാർക്നസിന് മനസ്സിലായി. തന്റെ വിദ്യ വെച്ച് തന്നെയാണ് തന്നെ പെറ്റിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ അഗതയ്ക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല. താൻ ഏറ്റവും അറിവുള്ള വിച്ചാണെന്നുള്ള അഹങ്കാരമാണ് അഗതയെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അവളന്ന് വാണ്ടയുടെ അടുത്ത് റൂൺസ് മാജിക്കിനെ പറ്റി പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് അവൾക്ക് നേരെ ഉപയോഗിക്കാൻ വാണ്ടയ്ക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അഗതയ്ക്ക് വാണ്ടയെ തോൽപ്പിക്കാൻ പറ്റിയേനെ. നീ പറഞ്ഞു തന്ന പാഠങ്ങൾക്ക് നന്ദിയുണ്ട് അഗത. നീ പറഞ്ഞത് ശരിയാണ്, നോളേജ് തന്നെയാണ് പവർ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. അത് നീയായിട്ട് എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ പറഞ്ഞ് വാണ്ട മാക്സിമോഫ് അവളുടെ വിശ്വരൂപത്തിലേക്ക് കടക്കുകയാണ്. പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ലോകനാശത്തിന് കാരണമായ സർവശക്തിയായ കാവോസ് മാജിക്കിനുടമയായ സ്കാർലറ്റ് വിച്ച് വിധി തീരുമാനിച്ചതുപോലെ രൂപമെടുക്കാൻ പോവുകയാണ്. അഗത ഹാർക്നസ് വലിച്ചെടുത്ത അവളുടെ കാവോസ് മാജിക്കും അതിന്റെ കൂടെ തന്നെ അഗത ഹാർക്നസിന്റെ പവറുകളും വാണ്ട തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അഗത വേദന കൊണ്ട് പിടയാൻ തുടങ്ങി. താൻ ഇത്രയും കാലം കൊണ്ട് ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്തു വെച്ച മാജിക്കൽ പവറൊക്കെ തന്നെ വിട്ട് വാണ്ടയുടെ മേലേക്ക് പോകുന്നത് നോക്കി നിൽക്കാനല്ലാതെ അഗതയ്ക്ക് വേറൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ വഴിയെ പോയ പണി എരന്നു വാങ്ങാന്നൊക്കെ പറയില്ലേ, മര്യാദയ്ക്ക് വല്ല ചെറിയ വെച്ചുകളുടെയൊക്കെ പവർ വലിച്ചെടുത്ത് അങ്ങോട്ട് ജീവിച്ചു പോയ മതിയായിരുന്നു അഗതയ്ക്ക്. പക്ഷെ അവൾക്ക് വലിയ സ്രാവിനെ തന്നെ പിടിക്കണമായിരുന്നു. പക്ഷെ ആ സ്രാവ് അവൾ വിചാരിച്ച ആളായിരുന്നില്ല. അതിപ്പോ അവളെ കടിച്ചു കുടഞ്ഞിരിക്കുന്നു. വാണ്ടയിൽ നിന്ന് സ്കാർലറ്റ് വിച്ചായി മാറിയതോടെ അവളുടെ മേലേക്ക് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള സ്കാർലറ്റ് വിച്ച് സ്യൂട്ട് കടന്നു വരികയാണ്. അങ്ങനെ തന്റെ പവറൊക്കെ നഷ്ടപ്പെട്ട അഗത ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല വാണ്ട. ഇത് സർവനാശത്തിന്റെ തുടക്കമാണ്. എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അഗതയെയും കൊണ്ട് വാണ്ട നേരെ താഴേക്ക് പറന്നിറങ്ങുന്നു. അവിടെ എല്ലാവരും ഈ കാഴ്ച കണ്ട് നിൽക്കുന്നുണ്ട്. താൻ ആകെ മൂഞ്ചിപ്പോയെന്ന് അഗതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ചോദിക്കുവാണ്, ഓക്കെ വാണ്ട, ഇനി അധികം സമയം വൈകിക്കേണ്ട. നീ ഞാൻ വിചാരിച്ച പോലെയല്ല, നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്താ, എന്നെ എവിടെയെങ്കിലും അടച്ചു വെക്കാൻ പോവാണോ അതോ കൊന്നുകളയാൻ പോവാണോ? അതെ അഗത, നിന്നെ എവിടെയെങ്കിലും അല്ല ഞാൻ അടച്ചു വെക്കാൻ പോകുന്നത്, ഇവിടെ തന്നെയാണ്. നീ ഇത്രയും കാലം എന്റെ മുന്നേ അഭിനയിച്ചു നടന്നില്ലേ? എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന എന്റെ പ്രിയപ്പെട്ട അയൽക്കാരി, ഒരു കാര്യം ചെയ്യും. ഇനി അഗത അതേ റോൾ തന്നെ ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി. നോ വാണ്ട, അങ്ങനെ ചെയ്യരുത്. ഐ എം റിയലി സോറി. നോ അഗത, സോറി ഞാനല്ലേ പറയേണ്ടത്. നീ വിചാരിച്ചതുപോലെ പ്ലാൻ ഒന്നും നടന്നില്ലല്ലോ. വാണ്ട, എന്ത് തരത്തിലുള്ള ശക്തിയെയാണ് നീ തുറന്നു വിട്ടിരിക്കുന്നതെന്ന് നിനക്കറിയില്ല. നിന്റെ ശക്തികളെ പറ്റി പഠിക്കാൻ നിനക്ക് എന്റെ ആവശ്യം വരും വാണ്ട. ശരിയായിരിക്കാം അഗത, അതുകൊണ്ടാണ് നീ എവിടെയും പോവാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഈ വെസ്റ്റ് യു തന്നെ നീ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ വായാടിയായിട്ടുള്ള ക്യാരക്ടറാക്കി മാറ്റുന്നത്. എന്റെ സ്വന്തം അയൽക്കാരി. നോ നോ വാണ്ട, എന്ത് ചെയ്താലും നീ എന്നോട് ഇങ്ങനെ മാത്രം ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും വാണ്ട അഗത ഹാർക്നസിനെ ആഗ്നസ് ആക്കി മാറ്റുവാണ്. അതായത് ഇനി മുതൽ അഗത ഹാർക്നസ് വാണ്ടയെ പെറ്റിക്കാൻ വേണ്ടി എപ്പിസോഡ് 1 മുതൽ അവൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആഗ്നസ്, അതുപോലെയായിരിക്കും. അവളുടെ ശരീരവും വസ്ത്രവും സ്റ്റൈലും ചിന്തകളും പെരുമാറ്റവും ഒക്കെ അവൾ അഭിനയിച്ച് തകർത്തിരുന്ന ആഗ്നസിന്റേതുപോലെ തന്നെയായിട്ട് മാറി. അത് ഒരു സെക്കൻഡിനുള്ളിൽ. ഇപ്പൊ നിങ്ങൾക്ക് വാണ്ടയുടെ ശക്തിയെ പറ്റി ഏകദേശമൊക്കെ മനസ്സിലായി വരുന്നുണ്ടാവുമല്ലേ? ഹായ്, ഇതെന്റെ വാണ്ടയല്ലേ? എന്താ വാണ്ട ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും സഹായം വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആഗ്നസ് എന്ത് സഹായത്തിനും നിന്റെ കൂടെ തന്നെയുണ്ട്. മക്കളൊക്കെ എവിടെ? വിഷ്ണു ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നില്ലേ? എന്തായാലും നിന്റെ പുതിയ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നെടുത്ത്? നമ്മൾക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകണം. ഐ ആം സോറി അഗത, നീ ചെയ്ത കാര്യങ്ങൾക്കാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇനി നിനക്ക് ഇവിടെ ജീവിക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ നിന്നെ കാണാൻ വരാം ആഗ്നസ്. അതെന്താ വാണ്ട അങ്ങനെ പറയുന്നേ? നമ്മൾ അയൽക്കാരല്ലേ, നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാലോ. അങ്ങനെ ആഗ്നസ് വട്ടത്തിൽ മൂഞ്ചിയിരിക്കുന്നു. വാണ്ട അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ മക്കൾ അവളെ വന്ന് കെട്ടിപ്പിടിക്കുവാണ്. വാണ്ട, നീ എനിക്ക് വാക്ക് തന്നിരുന്നു, നീ എല്ലാം ശരിയാക്കുമെന്ന്. പക്ഷേ ഇനിയെല്ലാം ശരിയാക്കേണ്ടത് നമ്മൾക്ക് വേണ്ടിയല്ല, ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ശരിയാണ് വിഷൻ, എല്ലാം ശരിയാക്കാൻ സമയമായി. എന്നാൽ നമ്മൾക്ക് നമ്മളുടെ വീട്ടിലേക്ക് പോയാലോ? ആ വിഷൻ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇനി സമയം കളയണ്ട. അങ്ങനെ പറഞ്ഞ് മോണിക്ക ഒരു വട്ടം കൂടി നോക്കി. വാണ്ടയും വിഷ്ണും പിള്ളേരും കൂടി അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് മോണിക്ക വാണ്ടയെ തടയുന്നില്ല. കാരണം മോണിക്കയ്ക്ക് മനസ്സിലായി ഇതൊക്കെ ശരിയാക്കാൻ വാണ്ടയ്ക്ക് മാത്രമേ പറ്റൂ. അത് ചെയ്യാൻ വാണ്ട തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഇനി മോണിക്കയായിട്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വാണ്ട വിചാരിക്കാതെ ഇതൊന്നും ശരിയാക്കാൻ പറ്റുകയുമില്ല. അങ്ങനെ ഹെക്സ് പതുക്കെ പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങി. അതായത് വാണ്ട ഹെക്സിന്റെ ഏരിയ കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് പതുക്കെ പിൻവലിഞ്ഞു വരാൻ തുടങ്ങി. ഇങ്ങനെ പിൻവലിഞ്ഞു വന്ന് അവസാനം അത് വാണ്ടയുടെ അടുത്തേക്ക് എത്തും. അപ്പോഴേക്കും ചുറ്റുമുള്ള വാണ്ടയുണ്ടാക്കിയ റിയാലിറ്റി ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. വെസ്റ്റ് വ്യൂലുള്ള ആളുകളും വെസ്റ്റ് വ്യൂലുള്ള സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെ പഴയതുപോലെ ആയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം സംഭവിക്കും, വിഷനും പിള്ളേരും കൂടി മാഞ്ഞു പോകും. ഇപ്പോ സമയം രാത്രിയായി. രാത്രി ആയതല്ല, വാണ്ട രാത്രി ആക്കിയതാണ്. സത്യം പറയാലോ, ഇനിയുള്ള സീനുകളൊക്കെ ശരിക്കുള്ള ഒരു മാർവൽ ഫാനിനെ കരയിച്ചു കളയും. ഇവിടെ രാത്രി ആയതല്ല, വാണ്ട രാത്രിയാക്കിയതാണ്. കാരണം രാത്രിയാവുമ്പോഴാണ് പിള്ളേരെ അവൾക്ക് ഉറക്കാൻ പറ്റൂ. പിള്ളേര് അവരെ നോക്കിയിരിക്കുമ്പോൾ മാഞ്ഞു പോരുതെന്നാണ് വാണ്ടയുടെ ആഗ്രഹം. അവർ ഉറങ്ങുകയാണെങ്കിൽ മാഞ്ഞു പോകുന്ന സമയത്ത് അവർക്കത് അറിയാൻ പറ്റില്ലല്ലോ. ബില്ലി, ടോമി, ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണല്ലേ. പക്ഷെ എനിക്ക് നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളോർത്ത് ഭയങ്കര അഭിമാനമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തു. അതെ വിഷൻ, പിള്ളേര് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഫാമിലി എന്നേക്കും ഉള്ളതാണ്. നമ്മളെ വേർപിരിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം സഹായിക്കണം, ആരും ആരെയും വിട്ടുകൊടുക്കരുത്. ഇതൊക്കെ നിങ്ങൾ എന്ന് ഓർത്തിരിക്കും.
കാത്തിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമായി. ഇനി സമയം കളയാതെ പെട്ടെന്ന് കണ്ണടച്ചുറങ്ങ്. അവസാനമായിട്ട് വാണ്ടയും വിഷ്ണു അവരുടെ മക്കൾ ഒന്നുകൂടി കിസ് ചെയ്യുവാണ്. നിറഞ്ഞ കണ്ണുകളോടെ വാണ്ട ഒരിക്കൽ കൂടി അവളുടെ മക്കളെ നോക്കുന്നു. പിന്നിൽ ഹെക്സ് അവരില്ലാതാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ മക്കളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നെ നിങ്ങളുടെ അമ്മയായിട്ട് തെരഞ്ഞെടുത്തതിന് ഞാനെന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് ശബ്ദം ഇടർന്ന് വാണ്ട മക്കളെ ഉറക്കാൻ വേണ്ടി വിട്ടിട്ട് അവിടുന്ന് പോവാണ്. ഇനി ഒരിക്കൽ കൂടി മക്കളെ കാണാൻ പറ്റില്ലെന്ന് വാണ്ടയ്ക്കും അറിയാം, വിഷനും അറിയാം. ഇവിടെ രാത്രി ആക്കിയെങ്കിലും പുറത്ത് ഇപ്പോഴും പകലാണ്. അവിടെ ഹെക്സ് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫാമിലി ഫോട്ടോയിലേക്ക് വാണ്ട ഒരിക്കൽ കൂടി അവസാനമായി നോക്കുന്നു. എന്നിട്ട് ലൈറ്റ് അണയ്ക്കുന്നു. ഈ സമയത്ത് വിഷൻ അങ്ങോട്ടേക്ക് വരുവാണ്. വാണ്ട, ഇരുട്ടത്ത് ഗുഡ് ബൈ പറയുന്നത് ഒരു ബാഡ് ലക്ക് ആണെന്നാണ് ഞാൻ ചില പുസ്തകങ്ങളിൽ വായിച്ചത്. അവസാനമായിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി യാത്ര പറയാൻ നിനക്ക് വിഷമമായതുകൊണ്ടാണോ ലൈറ്റുകൾ കെടുത്തുന്നത്? വാണ്ട വളരെ വേദനയോടെയാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. അവസാനമായിട്ട് വിഷനെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും വാണ്ട കരയാത്തത്. ലൈറ്റുകൾ അണയ്ക്കാറായിട്ടില്ല വാണ്ട. എനിക്ക് അവസാനമായിട്ട് ഒരു വട്ടം കൂടി നിന്നെ ഇങ്ങനെ ശരിക്കും കാണണമെന്നുണ്ട്. എന്റെ മനസ്സ് നിറയുന്നത് വരെ എനിക്ക് നിന്നെ കാണണം വാണ്ട. അവർ പുറത്തേക്ക് നോക്കിയപ്പോ ഹെക്സ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞാൽ എല്ലാം മാഞ്ഞു പോകും. പിന്നെ വിഷനും കുട്ടികളും അവിടെ ഉണ്ടാവില്ല. വാണ്ട, എനിക്കറിയാം നമ്മൾക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന്. ഇത് ശരിയായിട്ടുള്ള ഒരു റിയാലിറ്റി അല്ലെന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം അറിയണം വാണ്ട. നിന്റെ ജീവിതത്തിൽ ഞാൻ ആരാണ്? നിനക്ക് ഞാൻ ആരായിരുന്നു വാണ്ട? നീ എന്റെ വിഷനാണ്. നീ എന്റെ മാത്രമാണ് വിഷൻ. എന്റെ ഉള്ളിൽ ഇപ്പോഴും ജീവനോടെയുള്ള മൈൻഡ് സ്റ്റോണിന്റെ ഒരു അംശത്തിൽ നിന്നാണ് നീ ഉണ്ടായിരിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് വിഷൻ, എന്റെ ഓർമ്മകളിൽ നിന്ന്. നീ ഒരു റോബോട്ട് മാത്രമല്ല, അതൊരിക്കലും അങ്ങനെയായിരുന്നില്ല. നീ ഉണ്ടായത് എന്റെ ഉള്ളിലെ വിഷമത്തിൽ നിന്നും എന്റെ പ്രതീക്ഷയിൽ നിന്നുമാണ് വിഷൻ. എന്റെ ഒരേ ഒരു പ്രണയം നീ മാത്രമായിരുന്നു. എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലും ശരിക്കും ഇഷ്ടമാണെങ്കിൽ അത് നിന്നെ മാത്രമാണ്. എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല വിഷൻ. നീ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നീ എന്റെ എല്ലാമാണ്. എന്റെ ഭർത്താവ്, എന്റെ കുട്ടികളുടെ അച്ഛൻ. കുറച്ചു കാലമെങ്കിലും എനിക്ക് നിന്നെ ഇങ്ങനെ വീണ്ടും കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല നിന്നെ പിരിയുന്നത്. മറ്റൊരു വഴിയുമില്ലല്ലോ വിഷൻ. എനിക്ക് ഒരിക്കലും സന്തോഷം വിധിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെ പറഞ്ഞവർ കിസ് ചെയ്യുന്നു. ഈ സമയത്ത് വിഷന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുന്നുണ്ട്. വാണ്ട വിഷനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് വെറും ഒരു റോബോട്ടായിട്ട് മാത്രമല്ല അവനെ ക്രിയേറ്റ് ചെയ്തത്. അത് വാണ്ട വെറുതെ പറഞ്ഞതല്ല, അത് സത്യമായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാണ്ട. പണ്ട് ഞാൻ ടോണി സ്റ്റാർക്കിന്റെ ഒരേ ശബ്ദം മാത്രമായിരുന്നു. പിന്നീട് എല്ലാവരും കൂടി എനിക്കൊരു ശരീരം തന്നു. പിന്നീട് ഞാൻ മരിച്ചു. ഇപ്പൊ ഞാൻ വീണ്ടും നീ കാരണം ജീവൻ വെച്ച് നിന്റെ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ മാഞ്ഞു പോകാൻ പോവാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു അവസാനമല്ല വാണ്ട. ഇത്രയും കാലം കഴിഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇനിയും വീണ്ടും കാണും. ഇതൊരു ഗുഡ് ബൈ അല്ല വാണ്ട. എനിക്കതിന് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല വാണ്ട. നോ വിഷൻ, നീ എന്നോട് ഗുഡ് ബൈ പറയണ്ട. നമ്മൾ ഒരിക്കലും പിരിയുന്നില്ല. നമ്മൾ ഇനിയും കാണും. നീ പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും സന്തോഷത്തോടെ ജീവിക്കും. അതെനിക്ക് ഉറപ്പാണ് വിഷൻ. നീ എന്നും എന്റെ ഉള്ളിൽ തന്നെ ജീവിക്കും. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും ഹെക്സ് അവരുടെ വീട്ടിലേക്ക് എത്തുവാണ്. ആ വീടും ബില്ലിയും ടോമിയും കൂടെ വിഷനും മാഞ്ഞു പോകുന്നു. പക്ഷെ മാഞ്ഞു പോകുന്ന അവസാനത്തെ മൊമെന്റിൽ പോലും വിഷൻ കണ്ണെടുക്കാതെ അവന്റെ വാണ്ടയെ മാത്രമാണ് നോക്കി നിൽക്കുന്നത്. ഞാൻ നിന്നെ വിട്ട് പോവുകയാണ് വാണ്ട. വീണ്ടും ഒരിക്കൽ കൂടി കാണുന്നത് വരെ മാത്രം. അങ്ങനെ പറഞ്ഞ് വിഷൻ അവളുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി. ഇപ്പൊ വാണ്ട നിൽക്കുന്നത് അന്ന് അവൾ ഈ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിന്ന അതേ സ്ഥലത്താണ്. അവിടെ ഇപ്പൊ അവളുടെ വീടില്ല, വിഷനോ കുട്ടികളോ ഇല്ല, ഒന്നുമില്ല. അവൾ എങ്ങനെയാണോ വെസ്റ്റ്യൂലേക്ക് വന്നത് അതുപോലെ തന്നെയാണ് വാണ്ട ഇപ്പോഴും. ആ പണി തീരാത്ത വീടും അവളുടെ സ്വപ്നവും ആഗ്രഹങ്ങളും സന്തോഷവും ഒക്കെ അവിടെ തന്നെ ബാക്കി നിർത്തി വാണ്ട അവിടുന്ന് നടന്നു പോവാണ്. അവിടെ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട്. കുറെ പേർ വാണ്ടയെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. കുറെ പേർ ഒരു സങ്കടത്തോടെയാണ് വാണ്ടയെ നോക്കുന്നത്. പക്ഷെ കുറെ പേരാണെങ്കിൽ ഇപ്പോഴെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടല്ലോ എന്നുള്ള ആലോചനയിലാണ് വാണ്ടയെ നോക്കുന്നത്. പക്ഷെ വാണ്ട അവരെ ആരെയും ഫേസ് ചെയ്യുന്നില്ല. അവൾക്ക് കുറ്റബോധമുണ്ട്. അവൾ നേരെ ചെല്ലുന്നത് മോണിക്കയുടെ അടുത്തേക്കാണ്. ഹായ് വാണ്ട, അവസാനം നീ തന്നെ ഇതൊക്കെ അവസാനിപ്പിച്ചതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ അവെഞ്ചേഴ്സിന്റെ കൂടെ ചേർന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പോരാടിയെന്നും അവർക്ക് വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടുത്തിയെന്നും അവർ തിരിച്ചറിയുന്നില്ലല്ലോ വാണ്ട. കുഴപ്പമില്ല മോനിക്ക, ഇനി അവരത് തിരിച്ചറിഞ്ഞാലും അവരെന്നെ ദേഷ്യത്തോടെ മാത്രമേ നോക്കൂ. അതിൽ കാര്യമൊന്നുമില്ല. നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല വാണ്ട, നിന്റെ പോലെയുള്ള പവറുകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരായിരുന്നു. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവന്നേനെ. ഐ എം സോറി മോനിക്ക. നിന്നോട് മാത്രമല്ല, ഞാൻ ഈ ചെയ്തതിനൊക്കെ ഐ എം റിയലി സോറി. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഈ പവർ അതെന്താണെന്ന് എനിക്കിപ്പോ അറിയില്ല. പക്ഷെ ഞാനത് തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഈ സമയത്ത് പോലീസും FBI ഒക്കെ അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങി. വാണ്ട ദൂരേക്ക് പറന്നു പോവാണ്. മോണിക്ക അവൾക്ക് ഒരു ഗുഡ് ലക്കും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വട്ടം കൂടി വെസ്റ്റ്യൂലേക്ക് തിരിഞ്ഞു നോക്കി വാണ്ട ദൂരേക്ക് പറന്നകലും. ഇങ്ങനെയാണ് ഈ സീരീസ് അവസാനിക്കുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇങ്ങനെയല്ല ഈ സീരീസ് അവസാനിക്കുന്നത്. എല്ലാ സീരീസുകൾക്കും ഒരു ഹാപ്പി എൻഡിങ് മാത്രം പോരല്ലോ. മിസ്റ്റർ ജെയിംസ് സൂവും അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള FBI ഏജന്റ്സും പോലീസും ഒക്കെ അങ്ങോട്ട് വന്നു. പക്ഷെ ഡാർസി ഇപ്പോൾ അവിടെ കാണാനില്ല. ടൈലർ ഹേവാർഡിന്റെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഡാർസി അവളുടെ വഴിക്ക് പോയി. എന്തായാലും ഈ സീരീസിലെ വാഴ്ത്തപ്പെടാത്ത ഒരു ഹീറോ തന്നെയായിരുന്നു നമ്മുടെ ഡാർസി. മിസ്റ്റർ ജെയിംസ് സൂ ടൈലർ ഹേവാർഡിനെ പിടിച്ചിരിക്കുവാണ്. അയാൾ ഇല്ലീഗലായിട്ട് ചെയ്ത കാര്യങ്ങളും വാണ്ടയെ കൊടുക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ട് നിർമ്മിച്ച കാര്യങ്ങളും വിഷനെ വീണ്ടും ജീവൻ വെപ്പിച്ച് ഒരു ആയുധമാക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രൊജക്ട് കാറ്ററാക്റ്റും അങ്ങനെ പല പല വിവരങ്ങളും മിസ്റ്റർ വൂവിന്റെ കയ്യിലുണ്ട്. ടൈലർ ഹേവാർഡിനെ പൂട്ടാൻ അത് തന്നെ ധാരാളം. അങ്ങനെ വൂവും മോണിക്കയും കൂടി എല്ലാം അവസാനിച്ചല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു FBI ഏജന്റ് അങ്ങോട്ട് വരുന്നത്. മോണിക്കയെ കാണാൻ വേണ്ടി ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ മോണിക്കയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവരൊരു തിയേറ്ററിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആരെയും കാണാനില്ല. അപ്പോഴാണ് FBI ഏജന്റ് മോണിക്കയുടെ മുന്നിലേക്ക് കടന്നു വന്ന് തന്റെ രൂപം മാറ്റുന്നത്. അത് ശരിക്കും ഒരു സ്ക്രള്ളായിരുന്നു. നമ്മൾ ക്യാപ്റ്റൻ മാർവലിലും ഫാർ ഫ്രം ഹോമിലൊക്കെ കണ്ട പോലെ രൂപം മാറാൻ പറ്റുന്ന സ്ക്രൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരാളാണിത്. എന്നെ നിന്റെ അമ്മയുടെ ഒരു പഴയ സുഹൃത്ത് അയച്ചതാണ് മോണിക്ക. അദ്ദേഹത്തിന് നിന്നെ കാണണമെന്നുണ്ട്. നിങ്ങൾ ആരെപ്പറ്റി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ സമയത്ത് സ്ക്രൾ നേരെ ആകാശത്തേക്ക്
ചൂണ്ടിക്കാണിക്കുവാണ്. മോണിക്കയ്ക്ക് ഒരു നിമിഷത്തിൽ കാര്യം മനസ്സിലായി. അവൾ ചിരിക്കാൻ തുടങ്ങി. എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫാർ ഫ്രം ഹോമിൽ കണ്ടിരുന്നു, നിക് ഫ്യൂറി ശരിക്കും ഒരു സ്പേസ് ഷിപ്പിലാണ് ഭൂമിയുടെ പുറത്ത്. ഭൂമിയിൽ നിക് ഫ്യൂറിയുടെയും മരിയ ഹില്ലിന്റെയും വേഷത്തിൽ നടന്നിരുന്നത് 2 സ്ക്രൾസ് ആയിരുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ പല സ്ഥലത്തും സ്ക്രൾസ് വേഷം മാറി ജീവിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഈ കാണുന്ന സ്ക്രളും. ഇവർ മേലേക്ക് ചൂണ്ടിക്കാണിച്ചതിന്റെ അർത്ഥം, അല്ലെങ്കിൽ മോണിക്കയുടെ അമ്മയുടെ പഴയൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിക് ഫ്യൂറിയാണ്. അയാളാണ് മോണിക്ക റാംബോവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പിന്നെ മോണിക്ക സ്പേസ് ട്രാവൽ ചെയ്യാനും പുതിയ അഡ്വഞ്ചർ സ്പേസ് ചെയ്യാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. അതിന് സമയമായെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മോണിക്കയ്ക്ക് ഇത്രയും ആവശ്യം. ഇങ്ങനെയാണ് ഈ സീരീസ് അവസാനിക്കുന്നത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തെറ്റി. ഇനി ഒരു ഹാപ്പി എൻഡിങ് ആവാം. വാണ്ട ഇത്രയൊക്കെ അനുഭവിച്ചതല്ലേ, അവൾക്കും വേണ്ട ഒരു ഹാപ്പിനെസ്. വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം, അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ വീട്, ഒരൊറ്റപ്പെട്ട വീട്. അവിടെ വാണ്ട ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള സമാധാനമുള്ള ഒരു ജീവിതം. അവൾ കോഫി കുടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടക്കുന്നു. പക്ഷെ ക്യാമറ വാണ്ടയുടെ മേലെ നിന്ന് വീണ്ടും വീടിനുള്ളിലേക്ക് പോവാണ്. വീടിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ക്യാമറ ചെന്ന് തിരിയുമ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്. ഇത് ഹാപ്പി എൻഡിങ് അല്ല ഗൈസ്, ഇത് മിക്കവാറും ലോകത്തിന്റെ എൻഡിങ് ആയിരിക്കും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്ന വാണ്ട പുറമേയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ നടക്കുന്നത്. ശരിക്കും അവൾ അവളുടെ ആത്മാവ് അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ പുറത്തെടുത്ത് ഡാർക്ക് ഹോൾഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് ഹോൾഡിലെ അവളെ പറ്റി പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററും അതിലെ മാന്ത്രിക വിദ്യയും നിഗൂഢമായ ഡാർക്ക് മാജിക്കും അവൾ സ്വന്തമാക്കാൻ തുടങ്ങി. അകത് പറഞ്ഞ കാര്യം അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അറിവാണ് ആയുധം, നോളജ് ഈസ് പവർ. ലോകത്തിന്റെ നാശത്തിന് കാരണമാവാൻ വേണ്ടിയിട്ടാണ് സ്കാർലറ്റ് വിച്ച് ജനിച്ചിരിക്കുന്നതെന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് മിക്കവാറും സത്യമായി തീരും. നമ്മൾ മൾട്ടിവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിൽ കേട്ടിട്ടുണ്ട്, പിന്നെ ഫാർ ഫ്രം ഹോമിൽ മിസ്റ്റീരിയോ പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ മൾട്ടിവേഴ്സ് ശരിക്കുമുള്ള ഒരു കാര്യമാണ്. ആ മൾട്ടിവേഴ്സിൽ നിന്ന് MCUവിലേക്കുള്ള ആദ്യത്തെ എൻട്രി പോയിന്റ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. എന്തിനാണ് വാണ്ട മാക്സിമോഫ് അല്ലെങ്കിൽ സ്കാർലറ്റ് വിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. അവൾക്ക് അവളുടെ മക്കളെ മറക്കാനും പറ്റിയിട്ടില്ല. കയ്യിൽ കൂടുതൽ പവർ വന്നു ചേർന്നപ്പോൾ അവൾക്ക് അവരെ തിരിച്ചു വേണമെന്ന് ആഗ്രഹം തോന്നി. ഒരു അമ്മയുടെ ആഗ്രഹം, അതിനെ കുറ്റം പറയാനും പറ്റില്ല. ഇന്ന് അവൾ പഴയ വാണ്ടയല്ല. അവളുടെ കഴിവുകൾ ഈ യൂണിവേഴ്സിൽ ഒതുങ്ങുന്നതുമല്ല. മറ്റേതോ യൂണിവേഴ്സിൽ അവളുടെ മക്കളായിട്ടുള്ള ബില്ലിയും ടോമിയും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അമ്മയെ വിളിച്ച് രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള മക്കളുടെ കരച്ചിൽ അവൾ മറ്റേതോ ഒരു യൂണിവേഴ്സിൽ നിന്ന് കേൾക്കുവാണ്. അപ്പൊ ഇനി വാണ്ടയുടെ ലക്ഷ്യം എന്തായിരിക്കും? തന്റെ മക്കളെ തിരിച്ചു നേടുക. അതിന് അവൾക്ക് അവർ ജീവിച്ചിരിക്കുന്ന യൂണിവേഴ്സിലേക്ക് പോവേണ്ടി വരും. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങളിപ്പോ കാണുന്നത് വാണ്ടയെ അല്ല, അതൊക്കെ പണ്ട്. ഇത് സ്കാർലറ്റ് വിച്ച് ആണ്. മൾട്ടിവേഴ്സിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇങ്ങനെയാണ് ശരിക്കും വാണ്ടവിഷൻ സീരീസ് അവസാനിക്കുന്നത്. പേടിക്കണ്ട, ശരിക്കും അവസാനിച്ചു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സീരീസിന് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? അതും എല്ലാ കഥയും മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഈ സീരീസ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ബാക്കിയുണ്ടോ? കുറെ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വാണ്ടവിഷൻ സീരീസ് വളരെ ഇഷ്ടമാണ്. ബ്രില്യന്റ് സ്റ്റോറി, ഡയറക്ഷൻ, വളരെ മികച്ച ആക്ടിങ്, ഒരു നല്ല എൻഡിങ്, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ, അതും ബുദ്ധിപരമായിട്ട് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു സീരീസ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സത്യം പറയാലോ, കഥ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ഈ സീരീസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. MCUവിലെ ഏറ്റവും മികച്ച സീരീസ് ലോക്കിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ലോക്കിയുടെ ഫാൻ പവർ നിങ്ങൾക്കറിയാലോ. പക്ഷേ വാണ്ടവിഷൻ സീരീസിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഏത് ക്യാരക്ടറോ ഉള്ളത്? വാണ്ടയ്ക്കോ വിഷനോ അഗതയ്ക്കോ ഒന്നും അങ്ങനെ ഒരുപാട് ഫാൻസ് ഇല്ല. എന്നിട്ട് ഈ സീരീസ് മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ സീരീസിന്റെ കഴിവുകൊണ്ട് തന്നെയാണ്. ഇനി ഇതൊരു മികച്ച സീരീസ് മാത്രമല്ല, ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും കൂടി ഞാൻ പറയാം. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾ വാണ്ടവിഷൻ കാണണം. സീക്രട്ട് ഇൻവേഷൻ എന്ന് പറയുന്ന സ്ക്രൾസിനെ പറ്റിയുള്ള ഒരു സീരീസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കണക്ഷനും വാണ്ടവിഷനിലുണ്ട്. വൈറ്റ് വിഷന്റെ ജീവിതത്തിനെ പറ്റി വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. അത് കാണണമെങ്കിലും നിങ്ങൾ വാണ്ടവിഷൻ കാണേണ്ടി വരും. ഇവിടെ നിന്ന് പവർ കിട്ടിയ മോണിക്ക് കടന്നു വരുന്ന ദ മാർവൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് കാണണമെങ്കിലും നിങ്ങൾ വാണ്ടവിഷൻ കാണേണ്ടി വരും. അഗതയുടെ ശരിക്കുള്ള കഥ പറയുന്ന അഗത ഓൾ അലോങ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അത് കാണണമെങ്കിലും നിങ്ങൾ വാണ്ടവിഷൻ കാണേണ്ടി വരും. അങ്ങനെ എത്ര കണക്ഷൻസ് ഉള്ള സീരീസ് ആണെന്ന് അറിയോ? എന്നിട്ടാണ് ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നും ചെയ്യേണ്ടെന്നൊക്കെ പലരും പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സീരീസ് ഇഷ്ടപ്പെട്ടവർ യെസ് എന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ നോ എന്ന് കമന്റ് ചെയ്യുക. വലിയ കുഴപ്പമില്ലെന്നാണെങ്കിൽ ഓക്കെ എന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങളോട് ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ഷെയർ ചെയ്യാനോ ഒന്നും പറയാറില്ല. പക്ഷേ യൂട്യൂബ് എല്ലാ മാസവും ഒരു മന്ത്ലി റിപ്പോർട്ട് അയക്കാറുണ്ട്. അതിൽ എന്റെ ചാനലിൽ നിന്ന് വന്ന ഷെയറുകളുടെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോകാറുണ്ട്. ഇത്രയും പേരൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും വേണ്ടത് നിങ്ങളുടെ കമന്റുകളാണ്. കമന്റുകളെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് വാണ്ടവിഷനിൽ ഇനി ബാക്കിയുള്ള സംശയങ്ങൾ നിങ്ങൾ മുന്നത്തെ വീഡിയോകളിലോ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെയുള്ള സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങൾ ഓരോ സിനിമയോ സീരീസോ കണ്ടു കഴിയുമ്പോൾ അത് അടിപൊളിയാണെന്ന് മാത്രം പറയുന്നതിന് പകരം നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട മൊമെന്റുകൾ, ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ്, നിങ്ങളുടേതായ തിയറികൾ, കണ്ടെത്തലുകൾ, നിങ്ങളുടെ ഒരു റിവ്യൂ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ ശരിക്കും മാർവലിന്റെ സീരീസിനെയും സിനിമയും ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് പോവുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾ ചോദിച്ച പല ഡൗട്ടുകൾക്കും ഞാൻ ഉത്തരം തരാൻ ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾക്ക് വാണ്ടവിഷനിലുള്ള ബാക്കിയുള്ള എല്ലാ ഡൗട്ടുകളും, അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് പേഴ്സണലി കഴിഞ്ഞ വീഡിയോയിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ചോദിച്ച പല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് Q&A എപ്പിസോഡ് നാളെ വരുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുവരെയുള്ളതും പ്ലസ് ഇന്നത്തെയും കൂടിയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. അപ്പോൾ ഇനി വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി വാണ്ടാവിഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോ എന്ന് വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.